Hi students, today we are going to discuss some questions from our examination paper. Let us read the first question. അപ്പോൾ മക്കളെ നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. നമ്മുടെ റൊട്ടേഷണൽ മോഷൻ്റെയും സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെയും കോൺസെപ്റ്റ്സ് മിക്സ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ഞാൻ ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. എ സോളിഡ് സിലിണ്ടർ is attached to a light horizontal spring with its length perpendicular to the length of cylinder shown in figure so that the cylinder can roll without slipping over a horizontal surface. The mass of the cylinder is m and force constant of spring is k. If the cylinder is slightly displaced along the length of spring and released, find the period of oscillation of the cylinder. നമുക്ക് ആദ്യം മക്കളെ ഇതിൻ്റെ ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. ഈ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കാം. ഇവിടെ നമ്മുടെ ഈ സോളിഡ് സിലിണ്ടർ ഹൊറിസോണ്ടൽ സർഫസിലാണ്. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു സ്പ്രിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ സ്പ്രിങ്ങിൻ്റെ റൈറ്റ് എൻഡ് ഇതാണ്ട് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കാം മക്കളെ. ഈ സോളിഡ് സിലിണ്ടറിന് നമ്മുടെ ഹൊറിസോണ്ടൽ സർഫസിലൂടെ ഫ്രീ ആയിട്ട് റോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് കംപ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറച്ച് തിരിച്ചിങ്ങോട്ട് റോൾ ചെയ്യും. പിന്നെ അത് വീണ്ടും അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് റോൾ ചെയ്യും. വീണ്ടും സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യും. മീൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ടാവുന്നുണ്ട്. സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി സിലിണ്ടർ ഇസ് എക്സിക്യൂട്ടിംഗ് ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ ഈ സിലിണ്ടർ നമ്മുടെ റഫ് സർഫസിലൂടെ റോൾ ചെയ്യുന്നുണ്ട്. ആക്ച്വലി സിലിണ്ടർ ഇസ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. സിലിണ്ടർ റോൾ ചെയ്യുന്നുണ്ട് പക്ഷേ സ്ലിപ്പ് ചെയ്യുന്നില്ല. ഇത് ഇച്ചിരി ഇങ്ങോട്ട് റോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങ് റോൾ ചെയ്യും, വീണ്ടും ഇങ്ങോട്ട് റോൾ ചെയ്യും. മീൻസ് ഈ ഒരു മീൻ പൊസിഷൻ അബൌട്ടായിട്ട് ഈ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, നമ്മുടെ സോളിഡ് സിലിണ്ടറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷൻ നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? ഓസിലേറ്ററി മോഷനാണ് കാണാൻ പറ്റുക. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ ടൈം പീരീഡ് ഓഫ് ദറ്റ് ഓസിലേഷൻ. ഇവിടെ മക്കളെ നമുക്ക് ഈ ഓസിലേഷൻ്റെ ടൈം പീരീഡ് കാണണം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യിക്കാം. നമുക്കറിയാം ഈ നമ്മുടെ സോളിഡ് സിലിണ്ടർ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ അതിന് മേളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇക്വിലിബ്രിയത്തിൽ ഈ സ്പ്രിങ് അൺഡിഫോംഡ് ആയിരിക്കും. ഇത് ഇക്വിലിബ്രിയം പൊസിഷനിലാകുമ്പോൾ നമ്മുടെ സിലിണ്ടറിന് മേളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്താവണം? 0 ആവണം. അപ്പോൾ നമ്മുടെ സ്പ്രിങ് എന്തായിരിക്കണം? റിലാക്സ്ഡ് ആയിരിക്കണം. അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ സ്പ്രിങ്ങിൻ്റെ ലെങ്ത്ത് അതിൻ്റെ നാച്ചുറൽ ലെങ്ത്തിന് ഈക്വൽ ആവണം. അപ്പോൾ നമുക്കറിയാം ഈ സിലിണ്ടറിൻ്റെ വെയിറ്റ് എങ്ങനെയാണ് മക്കളെ ആക്ട് ചെയ്യുക? സിലിണ്ടറിൻ്റെ വെയിറ്റ് എന്തായാലും നേരെ താഴേക്ക് ആക്ട് ചെയ്യും. നമ്മുടെ സർഫസ് സിലിണ്ടറിന് മുകളിൽ അപ്ലൈ ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എന്താണ്? N ആണ്. എനിവേ സിലിണ്ടർ ഇസ് നോട്ട് ഹാവിങ് എനി മോഷൻ അലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ. ഈ സിലിണ്ടറിന് മക്കളെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ മോഷനൊന്നും ഇല്ലല്ലോ. അതിൻ്റെ അർത്ഥം ആ സിലിണ്ടറിന് മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് എന്താവണം? 0 ആവണ്ടേ. മീൻസ് ദി വെയിറ്റ് ഓഫ് സിലിണ്ടർ ഇസ് ബാലൻസ്ഡ് ബൈ നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ സിലിണ്ടറിന് മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് 0 ആണ്. അതായത് mgയും n ബാലൻസ് ചെയ്ത് പോയി. ഇനി നമ്മുടെ സിലിണ്ടർ ഇപ്പോഴാണ്ട് ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. ഞാൻ ഈ സിലിണ്ടറിനെ ഇക്വിലിബ്രിയം പൊസിഷനിൽ ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യിക്കുന്നു. ഞാനിതിൻ്റെ സെൻറ്റർ ഓഫ് മാസിനെ ഒരു എക്സ് ഡിസ്പ്ലേസ് ചെയ്യിച്ചു. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് റൈറ്റിലോട്ട് നമ്മളൊന്ന് എക്സ് ഡിസ്പ്ലേസ് ചെയ്യിച്ചു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രിങ് എത്ര കംപ്രസ്ഡ് ആകും? എക്സ് കംപ്രസ്ഡ് ആകും. ഞാനിതിൻ്റെ സിലിണ്ടറിൻ്റെ സെൻറ്റർ ഓഫ് മാസിനെ റൈറ്റ് സൈഡിലേക്ക് എക്സ് ചെറുതായിട്ടൊന്ന് തള്ളി. അങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ആ സ്പ്രിങ് എത്ര കംപ്രസ്ഡ് ആയി? എക്സ് കംപ്രസ്ഡ് ആയി. അങ്ങനെ നമുക്ക് സ്പ്രിങ് എക്സ് കംപ്രസ്ഡ് ആയാൽ സ്പ്രിങ്ങിൻ്റെ ലെങ്ത് എന്തായിട്ട് മാറും? ദി ലെങ്ത് ഓഫ് സ്പ്രിങ് ബിക്കംസ് L minus X, whereas the natural length of spring. നമ്മുടെ സ്പ്രിങ്ങിൻ്റെ നാച്ചുറൽ ലെങ്ത് L ആണ്. ഞാൻ സ്പ്രിങ്ങിനെ എത്ര കംപ്രസ് ചെയ്തു? എക്സ് കംപ്രസ് ചെയ്തു. ഇങ്ങനെ സ്പ്രിങ്ങിന് എക്സ് കംപ്രസ് ചെയ്താൽ സ്പ്രിങ് നമ്മുടെ സിലിണ്ടറിൻ്റെ സെൻറ്റർ ഓഫ് മാസിനെ തിരിച്ചങ്ങ് തള്ളും. അതായത് സ്പ്രിങ് സിലിണ്ടറിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് മുകളിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യും. ദറ്റ് റെസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ആ റെസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങടെ മക്കളെ? ഇക്വിലിബ്രിയം പൊസിഷനിലേക്കല്ല ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ആ ഇക്വിലിബ്രിയം പൊസിഷൻ്റെ ആ ഒരു റെസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ്. എക്സ് എന്ന മക്കളെ ആ സ്പ്രിങ്ങിനുണ്ടായ കംപ്രഷനാണ്. ഇവിടെ നമ്മൾ ഈ സിലിണ്ടറിനെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു എക്സ് അങ്ങ് തള്ളി. അങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ സ്പ്രിങ് എത്ര കംപ്രസ്ഡ് ആയി? എക്സ് കംപ്രസ്ഡ് ആയി. അപ്പോൾ സ്പ്രിങ് നമ്മുടെ സിലിണ്ടറിൻ്റെ സെൻറ്റർ ഓഫ് മാസിനെ തിരിച്ച് തള്ളുന്ന റെസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? K ടൈംസ് എക്സ്. ഇനി നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു കെ എക്സ് എന്ന ഫോഴ്സ് ഉള്ളത് കൊണ്ട് സെൻറ്റർ ഓഫ് മാസിന് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് ഒരു ആക്സിലറേഷൻ അക്വയർ ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ആക്സിലറേഷൻ ഇസ് A. ഇനിയാണ് മക്കളിവിടെ നോക്കേണ്ടത്. ഇങ്ങനെ സെൻറ്റർ ഓഫ് മാസിന് ഇങ്ങോട്ടൊരു ആക്സിലറേഷൻ കിട്ടിയാൽ ബോട്ടം മോസ്റ്റ് പോയിന്റിനും ലെഫ്റ്റ് സൈഡിലേക്ക് എ എന്നൊരു ആക്സിലറേഷൻ കിട്ടും. ഈ ബോട്ടം മോസ്റ്റ് പോയിന്റിന് ലെഫ്റ്റ് സൈഡിലേക്ക് എ എന്നൊരു ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബോട്ടം മോസ്റ്റ് പോയിന്റ് ലെഫ്റ്റ് സൈഡിലേക്ക് സ്ലിപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സിലിണ്ടർ ഇസ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. സിലിണ്ടർ റോൾ ചെയ്യുന്നുള്ളൂ, അത് സ്ലിപ്പ് ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കെ എക്സ് എന്ന ഫോഴ്സ് ഉള്ളത് കൊണ്ട് ഈ സിലിണ്ടറിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് ലെഫ്റ്റ് സൈഡിലേക്ക് എ എന്നൊരു ആക്സിലറേഷൻ അക്വയർ ചെയ്യാൻ പറ്റും. ആ ആക്സിലറേഷൻ ബോട്ടം
മോസ്റ്റ് പോയിന്റിനും ലെഫ്റ്റ് സൈഡിലേക്ക് കിട്ടും. സെൻറ്റർ ഓഫ് മാസിന് ലെഫ്റ്റ് സൈഡിലേക്ക് എന്ന എക്സിലറേഷൻ കിട്ടിയാൽ ഈ ബോഡിക്കകത്തുള്ള എല്ലാ പോയിന്റ്സിനും ആ എക്സിലറേഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് അക്വയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബോട്ടം മോസ്റ്റ് പോയിന്റ് എ എന്നൊരു എക്സിലറേഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് കിട്ടിയാൽ ബോട്ടം മോസ്റ്റ് പോയിന്റ് ലെഫ്റ്റിലേക്ക് സ്ലിപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. ആ ടെൻഡൻസി ഒപ്പോസ് ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡിലേക്ക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. ഇതെന്താ മക്കളെ ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ആവാനുള്ള കാരണം? ഇവിടെ ബോട്ടം മോസ്റ്റ് പോയിന്റ് സ്ലിപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ ബോട്ടം മോസ്റ്റ് പോയിന്റിന് സ്ലിപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണും. അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഫ്രിക്ഷൻ ഏതാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലേ? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബോഡി ഈസ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഇവിടെ ബോഡി റോൾ ചെയ്യുന്നേ ഉള്ളൂ, പക്ഷേ എന്ത് ചെയ്യുന്നില്ല? സ്ലിപ്പ് ചെയ്യുന്നില്ല. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സെൻറ്റർ ഓഫ് മാസിന് അബൌട്ട് ആയിട്ട് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക് ജനറേറ്റ് ചെയ്യും. സോ ബോഡി അക്വേഴ്സ് ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആംഗുലർ ആക്സിലറേഷൻ ആൽഫ അബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. മക്കളോട് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സെൻറ്റർ ഓഫ് മാസിന് അബൌട്ട് ആയിട്ട് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക് ജനറേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ബോഡിക്ക് സെൻറ്റർ ഓഫ് മാസിന് അബൌട്ട് ആയിട്ട് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ആംഗുലർ ആക്സിലറേഷൻ അക്വയർ ചെയ്യാൻ പറ്റും. ലെറ്റ് ആൽഫ ബി ദി വാല്യൂ ഓഫ് ദാറ്റ് ആംഗുലർ ആക്സിലറേഷൻ. പക്ഷേ നമുക്കിവിടെ എന്താ മക്കളെ കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ ഈ ഓസിലേഷൻ്റെ ടൈം പീരീഡാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പല മെത്തേഡിൽ ചെയ്യാൻ പറ്റും. നമുക്കിത് വേണമെങ്കിൽ എനർജി മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാം. ഈ എനർജി മെത്തേഡ് നമുക്ക് ഓസിലേഷനിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആവണം. അങ്ങനെ മക്കളെ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആവണമെങ്കിൽ നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ വർക്ക് എന്താവണം? 0 ആവണം. ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് മൊത്തത്തിൽ 4 ഫോഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഫോഴ്സ് ഏതാണ്? ഇതിൻ്റെ വെയിറ്റ് mg. പിന്നെ അടുത്ത ഫോഴ്സ് ഏതാണ്? നോർമൽ ഫോഴ്സ്. പിന്നെ സ്റ്റാറ്റിക് ഫ്രിക്ഷനും നമ്മുടെ സ്പ്രിംഗ് ഫോഴ്സും. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഇതിന് മുകളിൽ വർക്ക് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരൊറ്റ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സ്പ്രിംഗ് ഫോഴ്സ് മാത്രമാണ്. ഓൺലി സ്പ്രിംഗ് ഫോഴ്സ് ഇസ് ഡൂയിങ് വർക്ക് ആൻഡ് ഇറ്റ്സ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഇവിടെ മക്കൾ ഇതിന് മുകളിൽ സ്പ്രിംഗ് ഫോഴ്സ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അതൊരു കൺസർവേറ്റീവ് ഫോഴ്സാണ്. അങ്ങനെ കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രം വർക്ക് ചെയ്താൽ എന്ത് കൺസേർവ്ഡ് ആകും? ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആകും. ഈ എന്നും എം ജിയും ബാലൻസ് ചെയ്ത് പോയി. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തതെന്ന്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്ന ഏത് പോയിന്റിലാണ്? ബോട്ടം മോസ്റ്റ് പോയിന്റിലാണ്. വാട്ട് ഇസ് ദി നെറ്റ് വെലോസിറ്റി ഓഫ് ബോട്ടം മോസ്റ്റ് പോയിന്റ്? 0, ബിക്കോസ് ബോഡി ഈസ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഇവിടെ മക്കൾ മനസ്സിലാക്കണം, ഈ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള സെൻറ്റർ ഓഫ് മാസിൻ്റെ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി v എന്നങ്ങ് അസ്യൂം ചെയ്യുക. ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള സെൻറ്റർ ഓഫ് മാസിന് അബൌട്ട് ആയിട്ടുള്ള ആംഗുലർ സ്പീഡ് നിങ്ങൾ ഒമേഗ എന്ന് അസ്യൂം ചെയ്യുക. ഞാൻ പറയുന്നത് ഈ ഒരു മൊമെൻറ്റിലുള്ള സെൻറ്റർ ഓഫ് മാസിൻ്റെ ലീനിയർ വെലോസിറ്റി വിയും ദി ആംഗുലർ സ്പീഡ് അബൌട്ട് സെൻറ്റർ ഓഫ് മാസ് ഒമേഗയുമാണെന്ന് മക്കളങ്ങ് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ബോട്ടം മോസ്റ്റ് പോയിന്റിന് ട്രാൻസ്ലേഷൻ ഉള്ളതുകൊണ്ട് വി എന്ന വെലോസിറ്റി ഇങ്ങനെ ലെഫ്റ്റിലേക്ക് കിട്ടും. റൊട്ടേഷൻ ഉള്ളതുകൊണ്ട് ബോട്ടം മോസ്റ്റ് പോയിന്റിന് ആർ ഒമേഗ എന്ന ടാൻജൻഷ്യൽ വെലോസിറ്റി റൈറ്റിലേക്ക് കിട്ടും. ഈ വിയും ആർ ഒമേഗയും ഈക്വൽ ആയിരിക്കും. സോ നെറ്റ് വെലോസിറ്റി ഓഫ് ബോട്ടം മോസ്റ്റ് പോയിന്റ് ബിക്കംസ് 0. അതുകൊണ്ടാണ് നമ്മൾ ആ മോഷനെ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന് വിളിക്കുന്നത്. At bottommost point, the velocity due to translation means v is cancelled by tangential velocity r omega due to rotation. Bottommost point translation വഴി കിട്ടുന്ന v എന്ന വെലോസിറ്റിയെ റൊട്ടേഷൻ വഴി കിട്ടുന്ന r omega എന്ന ടാൻജൻഷ്യൽ വെലോസിറ്റി ക്യാൻസൽ ചെയ്യും. അങ്ങനെ ബോട്ടമോസ്റ്റ് പോയിന്റ് നെറ്റ് വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ദാറ്റ്സ് വൈ യുവർ ബോഡി ഈസ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. അതുകൊണ്ടാണ് മക്കളെ ഈ ബോഡി സ്ലിപ്പ് ചെയ്യാണ്ട് റോൾ ചെയ്യുന്നത്. Now look at static friction. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷനിലേക്ക് നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്ന പോയിന്റിൻ്റെ നെറ്റ് വെലോസിറ്റി എന്താ മക്കളെ? 0 അല്ലേ? സോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് അണേബിൾ ടു പെർഫോം വർക്ക്. ഇവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷന് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സ്പ്രിംഗ് ഫോഴ്സ് മാത്രമാണ്. അങ്ങനെ സ്പ്രിംഗ് ഫോഴ്സ് മാത്രമേ ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. മീൻസ് ഓൺലി കൺസർവേറ്റീവ് ഫോഴ്സ് ഇസ് ഡൂയിങ് വർക്ക്. സോ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഇസ് കൺസേർവ്ഡ്. നമുക്കൊരു ഇൻസ്റ്റൻറ്റിലുള്ള ഇതിൻ്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എഴുതാൻ പറ്റും. ടോട്ടൽ മെക്കാനിക്കൽ എനർജി മീൻസ് സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ദാറ്റ് മെക്കാനിക്കൽ എനർജി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ആ മെക്കാനിക്കൽ എനർജി ടൈമിനനുസരിച്ച് മക്കളെ മാറില്ല. സോ ഇറ്റ്സ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇസ് 0. അതുകൊണ്ട് തന്നെ നമുക്ക് dE/dt ഈ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ആ മെത്തേഡിലും കുറേ കൂടെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് നമ്മുടെ ഫോഴ്സ് മെത്തേഡ് തന്നെയാണ്. ഇപ്പം നിങ്ങൾ ഈ ചില ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം നിങ്ങൾക്ക് തോന്നും എനർജി മെത്തേഡാണ് കുറേ കൂടെ നല്ലതെന്ന്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനർജി മെത്തേഡിനാളും സിമ്പിൾ ഓസിലേഷൻ്റെ ടൈം പീരീഡ് കാണാൻ ഫോഴ്സ് മെത്തേഡാണ്. നമുക്ക് എങ്ങനെ ഇതിനകത്ത് ഫോഴ്സ് മെത്തേഡ് അപ്ലൈ ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ മക്കളെ പഠിച്ചു കാണും, റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഇസ് ഈക്വലൻ ടു പ്യുവർ റൊട്ടേഷൻ അബൌട്ട് പോയിന്റ് ഓഫ് കോൺടാക്ട്. ദി റോളിംഗ് മോഷൻ ഇസ് ഈക്വലൻ ടു പ്യുവർ റൊട്ടേഷൻ അബൌട്ട് ബോട്ടമോസ്റ്റ് പോയിന്റ്.
നമ്മളത് പണ്ട് തിയറി നിങ്ങൾ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യമായിരിക്കും. റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഇസ് ഈക്വലൻ ടു പ്യുവർ റൊട്ടേഷൻ എബൌട്ട് ബോട്ടം മോസ്റ്റ് പോയിന്റ്. ഈ റോളിംഗ് മോഷൻ മക്കളെ എന്തിന് ഈക്വലൻ്റ് ആണ്? ഈ ബോട്ടം മോസ്റ്റ് പോയിന്റിന് എബൌട്ട് ആയിട്ടുള്ള പ്യുവർ റൊട്ടേഷൻ ഈക്വലൻ്റ് ആണ്. കാരണം ബോട്ടം മോസ്റ്റ് പോയിന്റ് നെറ്റ് വെലോസിറ്റി എന്താണ്? 0 അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു ബോട്ടം മോസ്റ്റ് പോയിന്റ് ട്രാൻസ്ലേഷൻ വഴി കിട്ടുന്ന v എന്ന വെലോസിറ്റിയെ റൊട്ടേഷൻ വഴി കിട്ടുന്ന r ഒമേഗ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. സോ ദിസ് റോളിംഗ് മോഷൻ ഇസ് ഈക്വലൻ ടു പ്യുവർ റൊട്ടേഷൻ എബൌട്ട് ബോട്ടം മോസ്റ്റ് പോയിന്റ്. So let us consider the pure rotation about bottommost point. So I am going to consider the pure rotation about bottommost point. മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ഗോയിങ് ടു ഫൈൻഡ് ദ റിസ്റ്റോറിംഗ് ടോർക്ക് അബൌട്ട് ബോട്ടമോസ്റ്റ് പോയിന്റ്. ആദ്യം മക്കളെ ഞാൻ എന്താ കാണാൻ വേണ്ടി പോകുന്നത്? ഈ ബോട്ടമോസ്റ്റ് പോയിന്റ് അബൌട്ട് ആയിട്ടുള്ള റിസ്റ്റോറിംഗ് ടോർക്കാണ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദി റിസ്റ്റോറിംഗ് ടോർക്ക് അബൌട്ട് ബോട്ടമോസ്റ്റ് പോയിന്റ്. റിസ്റ്റോറിംഗ് ടോർക്ക് ഈക്വൽ ടു, നിങ്ങൾ നന്നായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു സിലിണ്ടറിനെ എക്സ് റൈറ്റിലോട്ട് നമ്മൾ തള്ളി. അങ്ങനെ എക്സ് നമ്മൾ റൈറ്റിലോട്ട് തള്ളിയാൽ ഈ സ്പ്രിങ് എത്ര കംപ്രസ്ഡ് ആകും? എക്സ് കംപ്രസ്ഡ് ആകും. ഇവിടെ ഞാൻ പറഞ്ഞു ഇതിന് ബോട്ടം മോസ്റ്റ് പോയിന്റ് അബൌട്ട് ആയിട്ടുണ്ടാകുന്നത് പ്യുവർ റൊട്ടേഷനാണ്. ലെറ്റ് തീറ്റ ബി ദി ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ബോട്ടം മോസ്റ്റ് പോയിന്റ്. റിലേറ്റീവ് ടു ബോട്ടം മോസ്റ്റ് പോയിന്റ് ഇതിൻ്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് മക്കളെ നമുക്ക് എന്തായിട്ട് എടുക്കാം? തീറ്റ എന്ന് എടുക്കാം. ഈ സ്പ്രിംഗ് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും നമ്മുടെ ബോട്ടം മോസ്റ്റ് പോയിൻറ്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ബോഡിയുടെ റേഡിയസ് തന്നെയാണ്. അപ്പോൾ മക്കൾ നന്നായിട്ട് ഇവിടെ ശ്രദ്ധിക്കാം. ഞാൻ ഈ ഡയഗ്രാം ഒന്ന് എൻലാർജ് ചെയ്തൊന്ന് വരയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതായിരുന്നു നമ്മുടെ സിലിണ്ടർ. ഇതിന് മുകളിൽ മക്കളെ ഈ സ്പ്രിംഗ് ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ റെസ്റ്റോറിംഗ് ഫോഴ്സ്. ഞാൻ പറഞ്ഞു ഈ ബോട്ടം മോസ്റ്റ് പോയിൻറ്റിന് അബൌട്ടായിട്ട് ഈ ഒരു ബോഡിക്കുണ്ടായ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? തീറ്റയാണ്. ഈ എക്സ് എന്ന് പറയുന്നത് ഈ സ്പ്രിങ്ങിനുണ്ടായ ഡിഫർമേഷൻ അല്ലേ? അതായത് സിലിണ്ടറിൻ്റെ സെൻറ്റർ ഓഫ് മാസിനെ നമ്മൾ റൈറ്റിലോട്ട് എക്സ് തള്ളി. അപ്പോൾ നമ്മുടെ സ്പ്രിങ് എത്ര കംപ്രസ്ഡ് ആയി? എക്സ് കംപ്രസ്ഡ് ആയി. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എക്സ്. Now look at x, r and theta. You can see a right angle triangle. മക്കളെ x, r ഉം തീറ്റയും നോക്കിയാൽ നിങ്ങൾക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ പറ്റും. ദെൻ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ടാൻ തീറ്റ? ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമ്മുടെ ടാൻ തീറ്റൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ മക്കളെ തീറ്റൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എക്സ് അല്ലേ? തീറ്റൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ആർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റൻ്റെ വാല്യൂ എന്താണ്? ദി വാല്യൂ ഓഫ് ടാൻ തീറ്റ കംസ് ടു ബി എക്സ് ബൈ ആർ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതിനെ ഇക്വിലിബ്രിയം പൊസിഷന് വളരെ ചെറുതായിട്ടേ മക്കളെ ഡിസ്പ്ലേസ് ചെയ്യുന്നുള്ളൂ. അതാണ് സിമ്പിൾ ഹാർമോണിക് മോഷനുള്ള കണ്ടീഷൻ തന്നെ. ഞാനിതിനെ ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ വളരെ ചെറുതായിട്ട് ഡിസ്പ്ലേസ് ചെയ്യിക്കുന്നുള്ളൂ. എക്സ് ഇസ് വെരി വെരി സ്മോൾ ആസ് കമ്പയർഡ് ടു ആർ. സോ തീറ്റ ഇസ് വെരി വെരി സ്മോൾ. ഈ തീറ്റ മക്കളൊരു വളരെ ചെറിയ ആംഗിളാണ്. ഇഫ് തീറ്റ ഇസ് ടു സ്മോൾ ദെൻ ടാൻ തീറ്റ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. നമുക്കറിയാം തീറ്റ വളരെ വളരെ ചെറുതാണെങ്കിൽ ടാൻ തീറ്റ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. ആൻഡ് ഓൾസോ സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ. ഇഫ് തീറ്റ ഇസ് ടു സ്മോൾ ദെൻ സൈൻ തീറ്റ ആൻഡ് ടാൻ തീറ്റ ദേ ആർ നിയർലി ഈക്വൽ ആൻഡ് അപ്രോക്സിമേറ്റ്ലി equal to theta, while cos theta equal to 1. തീറ്റ വളരെ ചെറുതാണെങ്കിൽ കണ്ടീഷൻ എന്താ മക്കളെ? cos theta tends to 1, sin theta tends to theta and tan theta tends to theta. അപ്പോൾ ഇവിടെ നമുക്ക് tan theta equal to theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തീറ്റ ഈക്വൽ ടു എക്സ് ബൈ ആർ എന്ന് കിട്ടും, ഓർ എക്സ് ഈക്വൽ ടു ആർ തീറ്റ. അപ്പോൾ മക്കളെ നമുക്ക് എന്താ കിട്ടുക? എക്സ് ഈക്വൽ ടു ആർ തീറ്റ എന്ന് കിട്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ കണ്ടുപിടിക്കാൻ പോകുന്ന റീസ്റ്റോറിംഗ് ടോർക്ക് അബൌട്ട് പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ആണ്. ഈ നമ്മുടെ സ്പ്രിംഗ് ഫോഴ്സ് പോയിന്റ് ഓഫ് കോൺടാക്റ്റിന് അബൌട്ടായിട്ട് ജനറേറ്റ് ചെയ്യുന്നത് ഏത് ടോർക്കാണ് മക്കളെ? ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക് അല്ലേ? പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്ന തീറ്റ എന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഏത് സെൻസിലാണ്? ക്ലോക്ക് വൈസ് സെൻസിലാണ്. Theta is the angular displacement with respect to point of contact, and that angular displacement is in clockwise sense. But restoring torque, in which sense your restoring torque is in anti-clockwise sense. നമ്മുടെ restoring torque ഏത് സെൻസിലാണ്? ആൻറ്റി-ക്ലോക്ക്വൈസ് സെൻസിലാണ്. അതിനർത്ഥം restoring torque തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ restoring torqueന് ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കും. ഇവിടെ restoring torque വാല്യൂ ചെയ്യുമ്പോൾ മക്കളെ നമ്മളൊരു നെഗറ്റീവ് സൈൻ കൊടുത്തു. ഇനി ശ്രദ്ധിക്കുക, ഈ സ്പ്രിംഗ് ഫോഴ്സ് അല്ലേ ഈ പോയിന്റ് അബൌട്ടായിട്ട് റീസ്റ്റോറിംഗ് ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നത്? ആ സ്പ്രിംഗ് ഫോഴ്സിൻ്റെ റെസ്റ്റോറിംഗ് ടോർക്ക് കാണാൻ സ്പ്രിംഗ് ഫോഴ്സിൻ്റെ മാഗ്നറ്റ്യൂഡിനെ നമ്മൾ മക്കളെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? സ്പ്രിംഗ് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും ഈ പോയിന്റ് ഓഫ് കോൺടാക്റ്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് നത്തിങ് ബട്ട് റേഡിയസ് ഓഫ് ദി സിലിണ്ടർ. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താ മക്കളെ? ആ സിലിണ്ടറിൻ്റെ റേഡിയസ് അല്ലേ?
സോ ടോർക്ക് ഈക്വൽ ടു മൈനസ് കെ എക്സ് ഇൻറ്റു ആർ. ഇനി നിങ്ങൾ പഠിച്ചു കാണും ടോർക്ക് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇൻറ്റു ആംഗുലർ ആക്സിലറേഷൻ. മക്കളെ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഐ ഇൻറ്റു ആൽഫ അല്ലേ? സോ ഐ ആൽഫ ഈക്വൽ ടു മൈനസ് വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് എക്സ്? ലുക്ക് അറ്റ് ദി വാല്യൂ ഓഫ് എക്സ്. അവിടെ എക്സിൻ്റെ വാല്യൂ എന്താണ്? ആർ തീറ്റയാണ്. ഇവിടെ നിങ്ങൾ എക്സിന് ആർ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? കെ ആർ തീറ്റ ഇൻറ്റു ആർ എന്ന് കിട്ടും. എക്സിന് നമ്മൾ ആർ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെ ആർ തീറ്റ ഇൻറ്റു ആർ. സോ മൈനസ് കെ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ. Now look at the value of I. What is your opinion about I? I is the moment of inertia about bottommost point of cylinder. അവിടെയാണ് മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ I എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അല്ല. I is the moment of inertia about bottommost point of cylinder. ആ സിലിണ്ടറിൻ്റെ ബോട്ടമോസ്റ്റ് പോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആണ് I. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഹിയർ വി ആർ കൺസിഡറിങ് ദി പ്യുവർ റൊട്ടേഷൻ അബൌട്ട് ബോട്ടമോസ്റ്റ് പോയിന്റ്. വി ആർ നോട്ട് കൺസിഡറിങ് ദി മോഷൻ അബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഈ ബോട്ടമോസ്റ്റ് പോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള പ്യുവർ റൊട്ടേഷനാണ്. അപ്പോൾ I എന്ന് പറഞ്ഞാൽ എന്താണ്? ദി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ബോട്ടമോസ്റ്റ് പോയിന്റ്. ഹൗ ടു ഫൈൻഡ് ദി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ബോട്ടമോസ്റ്റ് പോയിന്റ്? We can use parallaxes theorem to find the moment of inertia about bottommost point. ആ ബോട്ടമോസ്റ്റ് പോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാൻ മക്കളെ നമുക്ക് ഏത് തിയറം യൂസ് ചെയ്യാം? പാരലാക്സസ് തിയറം യൂസ് ചെയ്യാം. What is the moment of inertia of solid cylinder about center of mass? mr സ്ക്വയർ ബൈ 2 അല്ലേ? ഈ സോളിഡ് സിലിണ്ടറിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താ മക്കളെ? mr സ്ക്വയർ ബൈ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബോട്ടമോസ്റ്റ് പോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണണം. ഈ ബോട്ടമോസ്റ്റ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ആക്സസും സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സസും പാരലലാണ്. അതുകൊണ്ട് തന്നെ ബോട്ടമോസ്റ്റ് പോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാൻ നമുക്ക് ഏത് തിയറം അപ്ലൈ ചെയ്യാം? പാരലൽ ആക്സസ് തിയറം അപ്ലൈ ചെയ്യാം. എന്താ മക്കളെ പാരലൽ ആക്സസ് തിയറം പറയുന്നത്? I ഈക്വൽ ടു ICM പ്ലസ് mr സ്ക്വയർ. So I equal to, what is the value of ICM? There is solid cylinder ആണ്. Its moment of inertia about an axis through center of mass is mr സ്ക്വയർ ബൈ 2. സോളിഡ് സിലിണ്ടറിൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താണ്? mr സ്ക്വയർ ബൈ 2 ആണ് പ്ലസ് mr സ്ക്വയർ. സോ ദാറ്റ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഈക്വൽസ് 3/2 mr സ്ക്വയർ. ഇവിടെ അതിൻ്റെ വാല്യൂ മക്കളെ എന്താ കിട്ടുക? 3 mr സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ഇൻറ്റു ആൽഫ ഈക്വൽ ടു മൈനസ് കെ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ. ഈ ആർ സ്ക്വയറും മക്കളെ ക്യാൻസൽ ചെയ്യാം. അങ്ങനെ സോൾവ് ചെയ്താൽ നമുക്ക് ആൽഫേൻ്റെ വാല്യൂ എന്താ കിട്ടുക? ദി ആംഗുലർ ആക്സിലറേഷൻ ആൽഫ ഈക്വൽസ് മൈനസ് 2k by 3m into theta. Now look at this equation. The angular acceleration is proportional to angular displacement. യെസ്, ഇവിടെ നോക്കി ഈ ആംഗുലർ ആക്സിലറേഷൻ എന്നതിന് പ്രൊപ്പോർഷണലാണ്, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണലാണ്. ദിസ് ഇസ് ദി കണ്ടീഷൻ ഫോർ ആംഗുലർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇത് എന്തിനുള്ള കണ്ടീഷനാണ് മക്കളെ? ആംഗുലർ SHMനുള്ള കണ്ടീഷൻ അല്ലേ? ആക്ച്വലി ദിസ് ബോഡി ഈസ് ഹാവിങ് ആംഗുലർ സിമ്പിൾ ഹാർമോണിക് മോഷൻ അബൌട്ട് ബോട്ടമോസ്റ്റ് പോയിന്റ്. ഇവിടെ ഈ ബോഡിക്ക് ബോട്ടമോസ്റ്റ് പോയിന്റിന് അബൌട്ട് ആയിട്ട് ഏത് മോഷനാണ് ഉണ്ടാകുന്നത്? ആംഗുലർ സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ ആൽഫ പ്രൊപ്പോർഷണൽ ടു തീറ്റ എന്ന് പറയാൻ പറ്റും. ഇതൊരു ആംഗുലർ SHMനുള്ള കണ്ടീഷനാണ്. നമുക്കിതിനെ ആംഗുലർ SHMൻ്റെ ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യാം. എന്താണത്? ആൽഫ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു തീറ്റ. ദിസ് ഒമേഗ ഇസ് നോട്ട് ദി ആംഗുലർ സ്പീഡ് അബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. ഡോണ്ട് കൺഫ്യൂസ് ദിസ് ഒമേഗ ഇസ് ദി ആംഗുലർ സ്പീഡ് അബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒമേഗ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിന് അബൌട്ട് ആയിട്ടുള്ള ആംഗുലർ സ്പീഡ് അല്ല. ദിസ് ഇസ് ദി ആംഗുലർ ഫ്രീക്വൻസി ഓഫ് SHM. ഈ ഒമേഗ മക്കളെ നമ്മുടെ SHMൻ്റെ എന്താണ്? ആംഗുലർ ഫ്രീക്വൻസിയാണ്. ആൽഫ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയറിൻ്റെ തീറ്റ. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് വളരെ സിമ്പിളായിട്ട് ഒമേഗൻ്റെ വാല്യൂ കാണാം. So what is the value of omega? Just compare these two equations. Omega square equal to 2k by 3m. മക്കളെ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്താൽ നമ്മുടെ ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഒമേഗ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് മക്കളെ 2k by 3m എന്ന് കിട്ടും. So what is the value of omega? Omega equal to root of 2k by 3m. Now we can easily evaluate time period. ഇനി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മക്കളെ ടൈം പീരീഡ് കാണാൻ പറ്റും. ടൈം പീരീഡിൻ്റെ വാല്യൂ എന്താണ്? 2π by omega. ടൈം പീരീഡ് ഈക്വൽ ടു 2π by omega. സോ 2π ഇൻറ്റു റൂട്ട് ഓഫ് 3m ഡിവൈഡഡ് ബൈ 2k. അപ്പോൾ ഇവിടെ നമുക്ക് ടൈം പീരീഡ് കിട്ടി. എത്രയാണ് ടൈം പീരീഡ്? 2π ഇൻറ്റു റൂട്ട് ഓഫ് 3m by 2k. ഇനി നമുക്ക് മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ വേവ് മോഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എ യൂണിഫോം റോപ്പ് ഓഫ് ലെങ്ത് 12 meter and mass 6 kilogram hangs vertically from a rigid support. A block of mass 2 kilogram is attached to the free end of the rope. A transverse pulse of wavelength 0.06 meter is produced at the lower end of the rope. What is the wavelength of pulse when it reaches at the top of rope?
ഇവിടെ മക്കളെ നമ്മൾ 2 കിലോ മാസുള്ള ബ്ലോക്കിനെ ഒരു റോപ്പ് വെച്ച് സസ്പെൻഡ് ചെയ്തേക്കുവാണ്. അതിനകത്ത് ആ റോപ്പിൻ്റെ ലെങ്ത് എത്രയാണ്? 12 മീറ്റർ ആണ്. റോപ്പിൻ്റെ മാസ് ഉണ്ട്. റോപ്പിൻ്റെ മാസ് എന്താണ്? 6 കിലോഗ്രാം ആണ്. നമ്മൾ ഈ റോപ്പിൻ്റെ ലോവർ എൻഡിൽ ജസ്റ്റ് ഒന്ന് പ്ലക്ക് ചെയ്തിട്ട് ഒരു വേവ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ലോവർ എൻഡിൽ ആ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വേവ് ലെങ്ത് എത്രയാണ്? 0.06 മീറ്റർ ആണ്. ഈ വേവ് എന്തായാലും നേരെ അപ്പർ എൻഡിലേക്ക് ട്രാവൽ ചെയ്യും. വാട്ട് ഇസ് ദി വേവ് ലെങ്ത് ഓഫ് വേവ് വെൻ ഇറ്റ് റീച്ചസ് അപ്പർ എൻഡ്? എന്താ മക്കളെ കണ്ടുപിടിക്കേണ്ടത്? ആ വേവ് അപ്പർ എൻഡിൽ എത്തുമ്പോൾ വേവ് ലെങ്ത് അല്ലേ കാണണ്ടേ? ഇവിടെ എന്താണ് ഈ വേവ് ലെങ്ത് വേരി ചെയ്യാനുള്ള കാരണം? വാട്ട് ഇസ് ദി വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്? ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? √T/μ അല്ലേ? ഞാൻ പറയാം, സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? √T/μ. ആ ടി എന്താണ്? ടെൻഷൻ ഇൻ ദി സ്ട്രിങ്. മ്യൂ എന്താ മക്കളെ? മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് സ്ട്രിങ്. ഇതൊരു യൂണിഫോം മാസുള്ള സ്ട്രിങ് ആണ്. അതുകൊണ്ട് തന്നെ ആ റോപ്പിൻ്റെ മാസ് ഇവിടെ യൂണിഫോം ആണ്. എത്രയാണ്? 6 കിലോഗ്രാം. മാസ് ഓഫ് റോപ്പ് ഇസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ഇറ്റ്സ് ലെങ്ത്. ഇതിൻ്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിലുടനീളം സെയിം ആയിരിക്കും. മ്യൂവിൻ്റെ വാല്യൂ ത്രൂ ഔട്ട് ദി റോപ്പ് എന്താണ്? സെയിം ആണ്. വെദർ ടെൻഷൻ ഇസ് യൂണിഫോം ത്രൂ ഔട്ട് ദി റോപ്പ്? നോ. ഇതിനകത്ത് മക്കൾ ഈ ടെൻഷൻ റോപ്പിലുടനീളം സെയിം അല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കിയേ. ഈ റോപ്പിൻ്റെ ലോവർ എൻഡിൽ ആക്ട് ചെയ്യുന്ന ടെൻഷന് നമ്മുടെ ബ്ലോക്കിൻ്റെ മാത്രം വെയിറ്റിനെ ബാലൻസ് ചെയ്താൽ മതിയല്ലോ. റോപ്പിൻ്റെ ലോവർ എൻഡിൽ ആക്ട് ചെയ്യുന്ന ടെൻഷന് ഈ ബ്ലോക്കിൻ്റെ മാത്രം വെയിറ്റിനെ ബാലൻസ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഈ ബി എന്ന പോയിന്റിലുള്ള ടെൻഷൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 ടൈംസ് ജി എന്നല്ല കിട്ടുക. നമുക്ക് വളരെ സിമ്പിളായിട്ട് ബിയിലുള്ള ടെൻഷൻ കാണാം. ടെൻഷൻ അറ്റ് ബി ഈക്വൽ ടു എന്താ മക്കളെ? ഈ ബ്ലോക്കിൻ്റെ മാത്രം വെയിറ്റിനെ ബാലൻസ് ചെയ്താൽ മതി. അതെന്താണ്? 2 ടൈംസ് ജി ആണ്. ബിക്കോസ് മാസ് ഓഫ് ബ്ലോക്ക് ഇസ് ഹൗ മച്ച്? 2 കിലോഗ്രാം. പക്ഷേ ഈ റോപ്പിൻ്റെ ടോപ്പ് എൻഡിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ ഈ ബ്ലോക്കിൻ്റെ വെയിറ്റിനെയും ബാലൻസ് ചെയ്യണം, റോപ്പിൻ്റെ വെയിറ്റിനെയും ബാലൻസ് ചെയ്യണം. നന്നായിട്ട് ശ്രദ്ധിക്കാം. ഈ ടോപ്പ് എൻഡിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ ആരൊക്കെ ബാലൻസ് ചെയ്യണം? നമ്മുടെ റോപ്പിൻ്റെ വെയിറ്റിനെയും ബാലൻസ് ചെയ്യണം, ബ്ലോക്കിൻ്റെ വെയിറ്റിനെയും ബാലൻസ് ചെയ്യണം. വാട്ട് ഇസ് ദി മാസ് ഓഫ് റോപ്പ്? 6 കിലോഗ്രാം. വാട്ട് ഇസ് ദി മാസ് ഓഫ് ബ്ലോക്ക്? 2 കിലോഗ്രാം. സോ ടെൻഷൻ അറ്റ് ടോപ്പ് എൻഡ് ഓഫ് റോപ്പ് has to balance the combined weight of rope and block. That is how much? 6 + 2, 8 kilogram. ഈ എയിലുള്ള ടെൻഷൻ രണ്ടുപേരും വെയിറ്റിനെ ബാലൻസ് ചെയ്യണം. അതായത് ടി എ എന്ന മക്കളെ കിട്ടുക 8G എന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ബിയിലുള്ള ട്രാൻസ്വേഴ്സ് വേവ് ബിയിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ബിയിലുള്ള അതിൻ്റെ വെലോസിറ്റിയും അത് ടോപ്പ് എൻഡിലെത്തുമ്പോഴുള്ള വെലോസിറ്റിയും ഡിഫറൻ്റ് ആയിരിക്കും. ഹൗ ടു ഫൈൻഡ് ദി വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്? √T/μ അല്ലേ? ത്രൂ ഔട്ട് ദി റോപ്പ് മ്യൂ സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് VA/VB കാണുമ്പം എന്താ മക്കളെ കിട്ടുക? VA/VB ഈക്വൽ ടു വളരെ സിമ്പിളാണ്, √TA/TB എന്ന് കിട്ടും. VA/VB ഈക്വൽ ടു √TA/TB. ഇനി നിങ്ങൾ നന്നായിട്ടൊന്ന് ഇവിടെ ശ്രദ്ധിക്കുക. വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് √TA/TB? സിമ്പിളാണ് മക്കളെ. √TA/TB കണ്ട √8/2 എന്ന് കിട്ടും. √TA/TB √8/2 √4 ദാറ്റ് ഇസ് 2. അങ്ങനെ നമുക്ക് VA/VB കിട്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടുന്ന് ഈ ബിന്ന് എയിലേക്ക് പോകുമ്പോൾ എന്തായാലും വേവ് വെലോസിറ്റി മാറുന്നുണ്ട്, വേവ് ലെങ്ത്തും ചേഞ്ച് ചെയ്യും. വെദർ ഫ്രീക്വൻസി ഓഫ് വേവ് വിൽ ചേഞ്ച്? മക്കളെ ഈ നമ്മുടെ പൾസ് ബിന്ന് എയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി മാറുമോ? ഇല്ല. Who decides the value of frequency? The source decides the value of frequency. എന്താ മക്കളെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? നമ്മുടെ സോഴ്സ് ഓരോ സെക്കൻഡിലും സെൻഡ് ചെയ്യുന്ന വേവ്സിൻ്റെ എണ്ണം, അതല്ലേ ഫ്രീക്വൻസി. ഓരോ സെക്കൻഡിലും എത്ര വേവ്സ് സെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം ആരാ തീരുമാനിക്കുന്നത്? ഈ സ്ട്രിങ് പ്ലക്ക് ചെയ്തിട്ട് വേവ് ജനറേറ്റ് ചെയ്യുന്ന ആളല്ലേ തീരുമാനിക്കുന്നത്. സോ ഹൂ ഡിസൈഡ്സ് ദി വാല്യൂ ഓഫ് ഫ്രീക്വൻസി? സോഴ്സ് ഓഫ് വേവ് ഡിസൈഡ്സ് ദി വാല്യൂ ഓഫ് ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഓരോ സെക്കൻഡിലും സോഴ്സ് സെൻഡ് ചെയ്യുന്ന വേവ്സിൻ്റെ എണ്ണം, അതാണ് ഫ്രീക്വൻസി. മീൻസ് നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്. ആ ഫ്രീക്വൻസിയുടെ കാര്യം ഡിസൈഡ് ചെയ്യുന്നത് സോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ പൾസ് നമ്മുടെ റോപ്പിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് മാറില്ല? അതിൻ്റെ ഫ്രീക്വൻസി മക്കളെ മാറില്ല. ബിയിലുള്ള ഫ്രീക്വൻസിയും എയിലുള്ള ഫ്രീക്വൻസിയും എന്തായാലും സെയിം ആണ്. പക്ഷേ വേവിൻ്റെ വെലോസിറ്റി മാറും, വേവ് ലെങ്ത്തും ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഫ്രീക്വൻസി അറ്റ് എ ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? ഫ്രീക്വൻസി അറ്റ് എ ഈക്വൽ ടു ഫ്രീക്വൻസി അറ്റ് ബി. ഹൗ ടു ഫൈൻഡ് ഫ്രീക്വൻസി? എന്താ മക്കളെ ഫ്രീക്വൻസിയും വേവ് വെലോസിറ്റിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ? വളരെ സിമ്പിളായിട്ടുള്ള റിലേഷനാണ്. എഫ് ഈക്വൽ ടു എന്താണ്? V/λ. എഫ് ഈക്വൽ ടു V/λ. സോ ഫ്രീക്വൻസി അറ്റ് എ ഈക്വൽ ടു വെലോസിറ്റി അറ്റ് എ ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത് അറ്റ് എ ഓൾസോ ഈക്വൽ ടു വാട്ട് ഇസ് ദി ഫ്രീക്വൻസി അറ്റ് ബി? ഇനി എന്താ മക്കളെ കാണേണ്ടത്? നമുക്ക് ബിയിലുള്ള ഫ്രീക്വൻസി കാണണം. ബിയിലുള്ള ഫ്രീക്വൻസി എന്താണ്? വേവ് വെലോസിറ്റി അറ്റ് ബി ബൈ വേവ് ലെങ്ത് അറ്റ് ബി. ഇങ്ങനെ സിമ്പിളായിട്ട് എഴുതാം. നമുക്കിവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്താണ്? λ ആണ്. സോ λ ഈക്വൽ ടു എന്താ മക്കളെ വരിക? λb ഇൻറ്റു VA/VB. λ ഈക്വൽ ടു λb ഇൻറ്റു VA/VB എന്ന് കിട്ടും.
ലാംഡ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ലാംഡ എ ഈക്വൽ ടു വി എ ഇൻറ്റു ലാംഡ ബി ഡിവൈഡഡ് ബൈ വി ബി ഓർ ലാംഡ എ വേവ് ലെങ്ത് അറ്റ് എ ഈക്വൽ ടു വാട്ട് ഇസ് ദി വേവ് ലെങ്ത് ഓഫ് പൾസ് അറ്റ് ബി. ഈ പൾസ് മക്കളെ ബിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് എന്താണ്? 0.06 മീറ്റർ ആണ്. സോ 0.06 ഇൻറ്റു വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് വി എ ബൈ വി ബി, ദറ്റ് ഇസ് 2. സോ വേവ് ലെങ്ത് അറ്റ് ലാംഡ ഈക്വൽസ് എത്രയും മക്കളെ വരിക? ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.06 ഇൻറ്റു 2 നത്തിങ് ബട്ട് 0.12 മീറ്റർ. അതായത് ആ പൾസ് എയിലെത്തുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് എന്താണ്? 0.12 മീറ്റർ ആണ്. സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ മക്കളെന്ന് വായിച്ചു നോക്കാം. 60% of given sample of oxygen gas when raised to a high temperature dissociates into atoms. Ratio of its initial specific heat capacity at constant volume to the final specific heat capacity at constant volume will be. മക്കളെ നമ്മുടെ കയ്യിൽ ഓക്സിജൻ ഗ്യാസ് ഉണ്ട്. നമ്മുടെ സാമ്പിളിനകത്ത് എന്താ ഉള്ളത്? ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജൻ നമുക്കറിയാം ഡയാറ്റോമിക് ഗ്യാസ് ആണ്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. O2 അല്ല ഓക്സിജൻ മോളിക്യൂൾ, അത് ഡയാറ്റോമിക് മോളിക്യൂളാണ്. ഈ നമ്മുടെ സാമ്പിളിലുള്ള ഓക്സിജൻ്റെ 60% ഓക്സിജൻ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ആറ്റംസ് ആയിട്ട് മാറി. ഈ ഓക്സിജൻ ഡിസോസിയേറ്റ് ചെയ്ത് ആറ്റംസ് ആയിട്ട് മാറി. അപ്പോൾ അത് മോണോറ്റോമിക് ആയിട്ട് മാറി. O2 എന്തായിട്ട് മാറി? O ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയി. 60% ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ആർ ഡിസോസിയേറ്റഡ് ഇൻ ടു ആറ്റംസ്. What is the ratio of initial specific heat capacity at constant volume of the sample to final specific heat capacity at constant volume? ഇവിടെ നമ്മൾ മക്കളെ എന്താ കാണേണ്ടത്? ഇനിഷ്യലി ഉള്ള സാമ്പിളിൻ്റെ CV ഇവാലുവേറ്റ് ചെയ്യണം, അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അതേപോലെ ഫൈനലി നമ്മുടെ സാമ്പിളിൻ്റെ CV കാണണം, എന്നിട്ട് അതിൻ്റെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മളിവിടെ പറഞ്ഞ കാര്യം എന്താണ്? നമ്മുടെ സാമ്പിളിനകത്ത് ഇനിഷ്യലി ഓക്സിജൻ മോളിക്യൂളല്ലേ മക്കളെ ഉള്ളത്. അതിൻ്റെ 60% ആണ് ഓക്സിജൻ ആറ്റംസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോയത്. ഇനിഷ്യലി നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ഓക്സിജൻ മോളിക്യൂളാണ്. അതിൻ്റെ 60% എന്തായിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോയി? ആറ്റംസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോയി. അതായത് മക്കളെ ഇനിഷ്യലി 100 മോളിക്യൂൾസ് ഓക്സിജൻ ഉണ്ടെങ്കിൽ അതിൽ ഒരു 60 മോളിക്യൂൾസ് എന്തായിട്ട് മാറി? സ്പ്ലിറ്റ് ചെയ്തിട്ട് ആറ്റംസ് ആയിട്ട് മാറി. സോ നമ്മളിവിടെ നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇനിഷ്യൽ നമ്പർ ഓഫ് മോൾസ് നിങ്ങൾ 100 അങ്ങ് എടുക്കുക. മോളിക്യൂൾസ് അല്ല, ഞാൻ മോൾസ് തന്നെ കൺസിഡർ ചെയ്യുന്നു. ഇനിഷ്യൽ നമ്പർ ഓഫ് മോൾസ് 100 ആണെങ്കിൽ അതിൽ എത്ര മോൾസ് ആണ് മക്കളെ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ആറ്റംസ് ആയിട്ട് മാറുന്നത്? 60 മോൾസ് അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്താൽ, ഓക്സിജൻ ഡയാറ്റോമിക് ആണ്, അതിൻ്റെ ഒരു മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്താൽ അവിടെ എത്ര ആറ്റംസ് ആണ് ഉണ്ടാവുക? 2 ആറ്റംസ് അല്ല ഉണ്ടാവുക. ഓക്സിജൻ ഡയാറ്റോമിക് ആണ്, അതിൻ്റെ ഒരു മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് എത്ര ഓക്സിജൻ ആറ്റംസ് കാണാൻ പറ്റും? 2 ഓക്സിജൻ ആറ്റംസ് കാണാൻ പറ്റും. അതായത് അതിൻ്റെ 60 മോൾസ് ഡിസോസിയേറ്റ് ചെയ്താൽ എത്ര ഓക്സിജൻ ആറ്റംസ് കാണാൻ പറ്റും? 60 × 2 വി ക്യാൻ സി 120 ഓക്സിജൻ ആറ്റംസ്. സോ ദി നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഫോംഡ് ഈക്വൽ ടു 120. നിങ്ങളതിൽ കൺഫ്യൂസ്ഡ് ആവരുത്. ഇനിഷ്യലി വി ആർ ഹാവിങ് 100 മോൾസ് ഓഫ് ഓക്സിജൻ. ഈ ഓക്സിജൻ ഡയാറ്റോമിക് ആണ്. അതിൽ മക്കളെ 60 മോൾസ് ഡിസോസിയേറ്റ് ചെയ്ത ആറ്റംസ് ആയിട്ട് മാറി. ഓരോ ഓക്സിജൻ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് 2 ഓക്സിജൻ ആറ്റംസിനെ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 60 ഓക്സിജൻ മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? വി ക്യാൻ സി 120 ഓക്സിജൻ ആറ്റംസ്. ഇവിടെ 60 മോൾസ് ഓഫ് ഓക്സിജൻ ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് എത്ര മോൾസ് ഓക്സിജൻ ആറ്റംസ് കാണാൻ പറ്റും? വി ക്യാൻ സി 120 മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റംസ്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റംസ് ഈക്വൽ ടു 120. ഇനി ഇവിടെ ബാക്കി എത്ര ഓക്സിജൻ മോളിക്യൂൾസ് കാണും? വാട്ട് ഇസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് റിമൈനിങ് ഇൻ ദി സാമ്പിൾ? അതായത് ഡയാറ്റോമിക് ഓക്സിജൻ ബാക്കി എത്ര കാണും? ഇനിഷ്യലി ദർ ആർ 100 മോൾസ് ഓഫ് ഡയാറ്റോമിക് ഓക്സിജൻ. Initially there are 100 moles of diatomic oxygen, out of which 60 moles dissociates into atoms. So the number of moles of diatomic oxygen remaining in the sample is how much? 40. മക്കളെ ഇനിഷ്യലി നമ്മുടെ കയ്യിൽ 100 മോൾസ് ഡയാറ്റോമിക് ഓക്സിജൻ അല്ലേ ഉള്ളത്. അതിനകത്ത് 60 മോൾസ് അല്ലേ ആറ്റംസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോയത്. സോ ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡയാറ്റോമിക് ഓക്സിജൻ റിമൈനിങ് ഇൻ ദി സാമ്പിൾ ഇസ് ഹൗ മച്ച്? 40. അപ്പോൾ നമ്മുടെ സാമ്പിളിൽ ബാക്കിയുള്ള ഡയാറ്റോമിക് ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്താണ്? 40 അല്ലേ? മക്കളിവിടെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമ്മുടെ സാമ്പിളിനകത്ത് ഫൈനലി നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഫൈനലി വി ക്യാൻ സി 120 മോൾസ് ഓഫ് മോണോറ്റോമിക് ഓക്സിജൻ ആൻഡ് 40 മോൾസ് ഓഫ് ഡയാറ്റോമിക് ഓക്സിജൻ. Finally our sample is 120 moles of monatomic oxygen and 40 moles of diatomic oxygen. What is the molar specific heat capacity at constant volume of monatomic oxygen? മക്കളെ ഈ സി വി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സി വി ഈക്വൽ ടു F/2 × R അല്ലേ?
ആ എഫ് എന്താണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലേ? നമ്മുടെ മോണോ അറ്റോമിക് ഓക്സിജൻ്റെ സി വി എന്തായിരിക്കും? മോണോ അറ്റോമിക് ഓക്സിജൻ ഹാസ് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഈ മോണോ അറ്റോമിക് ഓക്സിജന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലേ ഉള്ളത്. സോ മോണോ അറ്റോമിക് ഓക്സിജൻ്റെ സി വി എന്താണ്? 3r/2. എഫിന് നിങ്ങൾ 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Now look at diatomic oxygen. Let CV2 be the molar specific heat capacity at constant volume of diatomic oxygen. Diatomic gas is having 5 degrees of freedom. ഈ ഡയാറ്റോമിക് ഓക്സിജൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മക്കളെ 5 അല്ലേ? അപ്പോൾ ഡയാറ്റോമിക് ഓക്സിജൻ്റെ സി വി എന്താണ്? 5r/2 എന്നല്ലേ വരിക. നമുക്കിവിടെ ഫൈനലി മിക്സറിൻ്റെ സി വി കാണണം. ഫൈനലി മിക്സറിൻ്റെ സി വി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ മക്കളെ നന്നായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. എനിക്ക് ഫൈനലി ആ മിക്സറിൻ്റെ സി വി ആണ് കണ്ടുപിടിക്കേണ്ടത്. എനിവേ ദി ടോട്ടൽ എനർജി ഈസ് കൺസേർവ്ഡ്. ഇവിടെ ഈ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജിയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ എന്ത് കൺസേർവ്ഡ് ആയി മക്കളെ? ഇൻറ്റേർണൽ എനർജി കൺസേർവ്ഡ് ആയിട്ട് നിൽക്കണം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇവിടെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ എനർജി ഇക്വേഷൻ ഞാനൊന്ന് എഴുതാൻ വേണ്ടി പോവാണ്. സോ ടോട്ടൽ എനർജി ഓഫ് സിസ്റ്റം U ഈക്വൽസ് സം ഓഫ് ദി എനർജീസ് ഓഫ് മോണോറ്റോമിക് ഓക്സിജൻ ആൻഡ് ഡയാറ്റോമിക് ഓക്സിജൻ. ഇവിടെ ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്താ വരിക? സം ഓഫ് ദി എനർജീസ് ഓഫ് മോണോറ്റോമിക് ഓക്സിജൻ ആൻഡ് ഡയാറ്റോമിക് ഓക്സിജൻ. മക്കളിവിടെ ശ്രദ്ധിക്കാം. ഈ സിസ്റ്റത്തിൻ്റെ എനർജിയെ നമുക്ക് ഇങ്ങനെ എഴുതാം. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് N1 + N2 ഇൻറ്റു ദി സി വി ഓഫ് മിക്സ്ചർ. ആ സി വി എന്ന മക്കളെ സി വി ഓഫ് മിക്സ്ചർ ആണ്. ദാറ്റ് ഇസ് ദി ഫൈനൽ വാല്യൂ ഓഫ് സി വി ഓഫ് മിക്സ്ചർ. നമുക്കതിന് സി വി എഫ് എന്ന് എഴുതാം. ഫൈനൽ വാല്യൂ ഓഫ് സി വി ഓഫ് മിക്സ്ചർ ഇൻറ്റു ടെമ്പറേച്ചർ NCV ഇൻറ്റു ടി. U1 എന്താണ്? നമ്മുടെ മോണോ അറ്റോമിക് ഓക്സിജൻ്റെ എനർജിയാണ് U1. മോണോ അറ്റോമിക് ഓക്സിജൻ്റെ എനർജി അതെങ്ങനെയാണ് കാണുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് മോണോ അറ്റോമിക് ഓക്സിജൻ ഇൻറ്റു സി വി ഓഫ് മോണോ അറ്റോമിക് ഓക്സിജൻ CV1 ഇൻറ്റു ടി പ്ലസ് ഡയാറ്റോമിക് ഓക്സിജൻ്റെ എനർജിയാണ് മക്കളെ U2. ഡയാറ്റോമിക് ഓക്സിജൻ്റെ എനർജിയാണ് U2. അതെങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡയാറ്റോമിക് ഓക്സിജൻ ഇൻറ്റു സി വി ഓഫ് ഡയാറ്റോമിക് ഓക്സിജൻ ഇൻറ്റു ടി. ആ ടി മക്കളെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ ഈസിലി ഫൈൻഡ് ദി ഫൈനൽ വാല്യൂ ഓഫ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഈ വളരെ ഈസി ആയിട്ട് നമുക്ക് സി വിയുടെ ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കാം. നമുക്ക് ഇക്വേഷൻ മക്കളെ നോക്കിയാൽ തന്നെ മനസ്സിലാകും. അവിടെ സി വിയുടെ ഫൈനൽ വാല്യൂ എന്താ വരിക? വാട്ട് ഇസ് ദി ഫൈനൽ വാല്യൂ ഓഫ് സി വി? ദി ഫൈനൽ വാല്യൂ ഓഫ് സി വി ഈക്വൽസ് N1 ഇൻറ്റു CV1 പ്ലസ് N2 ഇൻറ്റു CV2 ഡിവൈഡഡ് ബൈ താഴെ മക്കളെ ഇക്വേഷൻ എന്താ വരിക? N1 + N2 എന്ന് വരും. സോ ദി ഫൈനൽ വാല്യൂ ഓഫ് സി വി ഈക്വൽ ടു N1 എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് മോണോ അറ്റോമിക് ഓക്സിജൻ. വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് N1? 120. നമ്മുടെ മോണോ അറ്റോമിക് ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾസ് അല്ല മക്കളെ N1. ആ N1ൻ്റെ വാല്യൂ എന്താണ്? 120 ആണ്. CV1 എന്താണ്? മോണോ അറ്റോമിക് ഓക്സിജൻ്റെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അതാണ് CV1. അതിൻ്റെ വാല്യൂ എന്താണ്? 3r/2 പ്ലസ് what about N2? N2 is the number of moles of diatomic oxygen. Diatomic oxygen number of moles ആണ് N2. അതിൻ്റെ വാല്യൂ എന്താ മക്കളെ? 40 ആണ്. 40 ഇൻറ്റു നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഡയറ്റോമിക് ഓക്സിജൻ്റെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം അതാണ് CV2. അതിൻ്റെ വാല്യൂ എന്താണ്? 5r/2 ആണ്. സോ 5r/2 all divided by total number of moles N1 + N2 that is 160. So what is the final value of CV? അങ്ങനെയാണെങ്കിൽ മക്കളെ സി വിയുടെ ഫൈനൽ വാല്യൂ എന്താ വരിക? ഇവിടെ 120/2 60 ആണ്. 60 ഇൻറ്റു 3 180. 180r + 100r എന്ന് വരും. 180r + 100r 180 + 100 280r ഡിവൈഡഡ് ബൈ 160. ഈ 0 ക്യാൻസൽ ചെയ്യാം. നമുക്ക് മേളിലും താഴെ ഒരു 4 കൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മക്കളെ വരിക. ഇവിടെ 7r/4 എന്ന് കിട്ടും. സോ ഫൈനൽ വാല്യൂ ഓഫ് സി വി ഇസ് ഹൗ മച്ച്? 7r/4. നമ്മുടെ സി വിയുടെ ഫൈനൽ വാല്യൂ എന്താണ്? 7r/4 ആണ്. ഇനി സി വിയുടെ ഇനിഷ്യൽ വാല്യൂ എന്തായിരുന്നു? വാട്ട് ഇസ് ദി ഇനിഷ്യൽ വാല്യൂ ഓഫ് സി വി? ഇനിഷ്യലി നമ്മുടെ സാമ്പിളിനകത്തുള്ളത് മക്കളെ ഡയാറ്റോമിക് ഓക്സിജൻ അല്ലേ? ഇനിഷ്യലി നമ്മുടെ സാമ്പിളിനകത്തുള്ളത് എന്താണ്? ഡയാറ്റോമിക് ഓക്സിജൻ ആണ്. ആ ഡയാറ്റോമിക് ഓക്സിജൻ്റെ സി വിൻ്റെ വാല്യൂ എന്താണ് നമുക്കറിയാം? 5r/2 ആണ്. ഡയാറ്റോമിക് ഗ്യാസിൻ്റെ സി വിയുടെ വാല്യൂ എന്താണ്? 5r/2. ഈ മോണോറ്റോമിക് ഗ്യാസിൻ്റെ സി വി എന്തായിരുന്നു? 7r/4. ഡയാറ്റോമിക് ഗ്യാസിൻ്റെ സി വി എന്താണ്? 5r/2. നമുക്കിവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഈ ദി റേഷ്യോ ഓഫ് ഇനിഷ്യൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ടു ഫൈനൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അതായത് ഇനിഷ്യൽ വാല്യൂ ഓഫ് സി വി ഡിവൈഡഡ് ബൈ ഫൈനൽ വാല്യൂ ഓഫ് സി വി. ഇതല്ലേ കണ്ടുപിടിക്കണ്ടേ? വാട്ട് ഇസ് ദി ഇനിഷ്യൽ വാല്യൂ ഓഫ് സി വി? 5r/2. നമ്മുടെ സി വിയുടെ ഇനിഷ്യൽ വാല്യൂ എന്താണ്? 5r/2 ആണ്. ഇൻറ്റു വാട്ട് ഇസ് ദി ഫൈനൽ വാല്യൂ ഓഫ് സി വി? 7r/4. റെസിപ്രോക്കൽ എടുത്താൽ 4/7r എന്ന് കിട്ടും. 4/7r
അത് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. സോ ഇനിഷ്യൽ വാല്യൂ ഓഫ് സി വി ഡിവൈഡഡ് ബൈ ഫൈനൽ വാല്യൂ ഓഫ് സി വി ഈക്വൽ ടു 5r/2 ഇൻറ്റു 4/7r. അത് മക്കളെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 10/7 എന്ന് കിട്ടും. 20/14 10/7. സോ our ആൻസർ ഇസ് 10/7. തേർഡ് ഓപ്ഷൻ. ഇവിടെ മക്കളെ തേർഡ് ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. നമുക്കിനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തെർമോഡൈനാമിക്സിന് ബേസ് ചെയ്തിട്ടുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മക്കളെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കും. An ideal gas is taken through a cycle A to B, then from B to C, and finally from C to A. ഇതൊരു ഐഡിയൽ ഗ്യാസ് ആണ്. ഇതിൻ്റെ ഒരു സൈക്ലിക് പ്രോസസ്സിൻ്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. മക്കളെ വോളിയം വേഴ്സസ് പ്രഷർ ഗ്രാഫാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ നമ്മൾ ഈ വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്ന വോളിയം, എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്ന പ്രഷറുമാണ്. നമ്മൾ ആദ്യം ഈ ഗ്യാസിനെ എ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ നമ്മളതിനെ ബിയിൽ നിന്ന് സിയിലേക്ക് കൊണ്ടുപോകുന്നു, ഫൈനലി ഫ്രം സി ടു എ. If the net heat supplied to the gas in the cycle is 5 joule, what is the work done by the gas in the process CA? ഇവിടെ ഈ ഒരു സൈക്ലിക് പ്രോസസ്സിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന നെറ്റ് ഹീറ്റ് എന്ന മക്കളെ സൈക്ലിക് പ്രോസസ്സിൽ നമ്മൾ സപ്ലൈ ചെയ്ത നെറ്റ് ഹീറ്റ് എന്താണ്? നെറ്റ് ഹീറ്റ് സപ്ലൈഡ് ഈക്വൽസ് 5 ജൂൾ. എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഇസ് ദി വർക്ക് ഡൺ ഇൻ ദി പ്രോസസ് CA? CA എന്ന പ്രോസസ്സിൽ ചെയ്യുന്ന വർക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു സൈക്ലിക് പ്രോസസ്സല്ല മക്കളെ. അവസാനം സിസ്റ്റം എവിടെ എത്തുന്നുണ്ട്? അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് എയിൽ തിരിച്ചെത്തുന്നില്ലേ? ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് സ്റ്റേറ്റിൽ നിന്നാണ്? എ എന്ന സ്റ്റേറ്റിൽ നിന്നാണ്. ആൻഡ് ഫൈനലി യുവർ സിസ്റ്റം റിട്ടേൺസ് ടു ഇനിഷ്യൽ സ്റ്റേറ്റ് എ. സോ ഇതിൻ്റെ ഫൈനൽ പ്രഷറും ഇനിഷ്യൽ പ്രഷറും സെയിം അല്ലേ? ഫൈനൽ വോളിയം ഇനിഷ്യൽ വോളിയം സെയിം അല്ലേ? അതുകൊണ്ട് തന്നെ ഫൈനൽ ടെമ്പറേച്ചറും ഇനിഷ്യൽ ടെമ്പറേച്ചറും സെയിം ആവണ്ടേ? ഇവിടെ ടെമ്പറേച്ചറിലുള്ള നെറ്റ് ചേഞ്ച് 0 അല്ലേ? ഇൻറ്റേർണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ടെമ്പറേച്ചർ. Internal energy of ideal gas depends only upon temperature. നമുക്കറിയാം മക്കളെ, ഈ ഐഡിയൽ ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ സിസ്റ്റം അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റിൽ തിരിച്ചെത്തിയാൽ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ വാട്ട് ഇസ് ദി ടോട്ടൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഇൻ ദ സൈക്ലിക് പ്രോസസ്? ദാറ്റ് ഇസ് 0. ഈ ഒരു സൈക്ലിക് പ്രോസസ്സിലുള്ള നെറ്റ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്താ മക്കളെ? 0 അല്ലേ? ഇനി വളരെ സിമ്പിളായിട്ട് നമുക്ക് സി എയിലുള്ള വർക്ക് കാണാൻ പറ്റും. അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ദി നെറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈഡ് ഈക്വൽസ് ദി സം ഓഫ് നെറ്റ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ആൻഡ് ടോട്ടൽ വർക്ക് ഡൺ. എന്താ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്? ദി നെറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈഡ് ഈക്വൽസ് ദി സം ഓഫ് നെറ്റ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ആൻഡ് ടോട്ടൽ വർക്ക് ഡൺ, ഓർ ക്യൂ നെറ്റ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. ഇവിടെ നമുക്ക് ഈ ഡെൽറ്റ യുവിൻ്റെ വാല്യൂ എന്തായാലും 0 ആണ്. സോ ക്യൂ നെറ്റ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, ഓർ ക്യൂ നെറ്റ് ഈക്വൽ ടു, എങ്ങനെ ഈ ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ കാണുന്നത്? വർക്ക് ഡൺ ഇൻ ദി പ്രോസസ് എ ബി പ്ലസ് വർക്ക് ഡൺ ഇൻ ദി പ്രോസസ് ബി സി പ്ലസ് വർക്ക് ഡൺ ഇൻ ദി പ്രോസസ് സി എ. ഇങ്ങനെ നമുക്കൊരു ഇക്വേഷൻ ഇവിടെ മക്കളെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഓരോ പ്രോസസ്സായിട്ട് നോക്കും. വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദി പ്രോസസ് എ ബി? മക്കളെ എ ബി എന്ന പ്രോസസ്സ് നോക്കിയാൽ വാട്ട് ഇസ് ദി സ്പെഷ്യാലിറ്റി ഓഫ് പ്രോസസ് എ ബി? ദി പ്രോസസ് എ ബി ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ 10 Nm/m². മക്കളെ എ ബി കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ളൊരു പ്രോസസ്സ് അല്ലേ? ആ പ്രോസസ്സ് നടക്കുമ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ദറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ? 10 Nm/m². ഇൻ ദി പ്രോസസ് എ ബി വോളിയം ഇസ് ഇൻക്രീസിങ് ഫ്രം 1 m³ to 2 m³. അതായത് ഈ പ്രോസസ്സ് എ ബിയിൽ വോളിയം 1 m³ നിന്ന് ഇൻക്രീസ് ചെയ്ത് 2 m³ ആയിട്ട് മാറുന്നുണ്ട്. മക്കൾ ആ എ ബി എന്ന പ്രോസസ്സ് ഒരു ഐസോബാറിക് എക്സ്പാൻഷൻ അല്ലേ? എ ബി ഇസ് എൻ ഐസോബാറിക് എക്സ്പാൻഷൻ ഇൻ വിച്ച് വോളിയം ഇൻക്രീസസ് ഫ്രം 1 m³ to 2 m³ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ 10 Nm/m². അതായത് എ ബി എന്ന പ്രോസസ്സിൽ നമ്മുടെ വോളിയം 1 m³ നിന്ന് 2 m³ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് പ്രഷർ റിമൈൻസ് കോൺസ്റ്റൻറ്റ് 10 Nm/m². അപ്പോൾ എ ബി എന്ത് പ്രോസസ്സാണ്? ഐസോബാറിക് എക്സ്പാൻഷൻ ആണ്. ഹൗ ടു ഫൈൻഡ് വർക്ക് ഡൺ ഇൻ ഐസോബാറിക് എക്സ്പാൻഷൻ? ഈ ഐസോബാറിക് പ്രോസസ്സിൽ മക്കളെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വർക്ക് കാണാൻ ആ കോൺസ്റ്റൻറ്റ് പ്രഷറിനെ നമ്മൾ ചേഞ്ച് ഇൻ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ വർക്ക് ഡൺ ഇൻ ഐസോബാറിക് എക്സ്പാൻഷൻ എ ബി ഈക്വൽസ് പ്രഷർ ഇൻറ്റു വോളിയം അറ്റ് ബി മൈനസ് വോളിയം അറ്റ് എ, ഓർ ദാറ്റ് വർക്ക് ഡൺ ഈക്വൽസ് വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് പ്രഷർ? മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. ഈ എ ബി എന്ന ഐസോബാറിക് പ്രോസസ്സിലുള്ള കോൺസ്റ്റൻറ്റ് പ്രഷറിൻ്റെ വാല്യൂ എത്രയാണ്? 10 Nm/m² ആണ്. ഇൻറ്റു വി ബി മൈനസ് വി എ, വോളിയം അറ്റ് ബി എത്രയാണ്? 2 m³. What is the volume at A? 1 m³. 2 minus 1, that is 1. So work done in AB is how much? 10 joule. ആ എ ബിയിലുള്ള വർക്ക് എന്താണ്? 10 joule ആണ്. Now look at process BC.
BC is a constant volume process. BC മക്കളെ ഒരു ഐസോകോറിക് പ്രോസസ്സാണ്. ദി പ്രോസസ് BC occurs at constant volume 2 meter cube. 2 meter cube എന്ന കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന പ്രോസസ്സാണ് BC. സോ വർക്ക് ഡൺ ഇൻ പ്രോസസ് BC ഇസ് ഒബ്വിയസ്ലി 0. ആ BC എന്ന പ്രോസസ്സിൽ മക്കളെ വോളിയം മാറുന്നില്ല, അതുകൊണ്ട് അവിടുത്തെ വർക്ക് എന്താണ്? 0 ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ഇക്വേഷനിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി Q net എന്താണ്? വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് Q net? 5. സോ 5 ഈക്വൽ ടു വർക്ക് ഡൺ ഇൻ പ്രോസസ് AB is 10 plus work done in process BC is how much? 0 plus work done in process CA. ഇത് രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. വർക്ക് ഡൺ ഇൻ പ്രോസസ് CA എന്താ മക്കളെ? -5 ജൂൾ അല്ലേ? മീൻസ് വർക്ക് ഇസ് ഡൺ ഓൺ ദി സിസ്റ്റം ഇൻ പ്രോസസ് CA. ആ CA എന്ന പ്രോസസ്സിൽ നമ്മൾ സിസ്റ്റത്തിന് മുകളിലാണ് മക്കളെ വർക്ക് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ CA എന്ന പ്രോസസ്സിലുള്ള വർക്ക് എന്താണ്? ദി വർക്ക് ഡൺ ഇൻ പ്രോസസ് CS -5 ജൂൾ. CA എന്ന പ്രോസസ്സിൽ വോളിയം കുറയുന്നതായിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്? വർക്ക് ഇസ് ഡൺ ഓൺ ദി സിസ്റ്റം, ദാറ്റ്സ് വൈ ദിസ് വർക്ക് ഇസ് നെഗറ്റീവ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ വേവ് ഓപ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് I0 is the intensity at central maxima and beta's difference width. നമ്മുടെ യങ്സ് എക്സ്പെരിമെൻറ്റിൽ സെൻട്രൽ മാക്സിമത്തിലുള്ള ഇൻറ്റൻസിറ്റി എന്താ മക്കൾ? I0 ആണ്. സെൻട്രൽ മാക്സിമത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി I0 ആണ്. ആൻഡ് ബീറ്റാസ് ഡിഫറൻസ് വിഡ്ത്ത്. ദി ഇൻറ്റൻസിറ്റി അറ്റ് പോയിന്റ് P ഡിസ്റ്റൻറ്റ് X ഫ്രം സെൻറ്റർ വിൽ ബി. നമുക്ക് സെൻട്രൽ മാക്സിമം X ഡിസ്റ്റൻസ് അപ്പാർട്ടുള്ള സ്ക്രീനിലൊരു പോയിന്റ് ഉണ്ടാകും. ആ പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ആ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കാം. അപ്പോൾ മക്കളെ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഡയഗ്രത്തിലേക്ക് നോക്കുക. നമ്മുടെ S1 S2 രണ്ട് കൊഹറൻറ്റ് സോഴ്സസ് ആണ്. അതായത് സെയിം ഇൻറ്റൻസിറ്റിയും കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ഉള്ള വേവ്സാണ് ഈ രണ്ട് സോഴ്സ് എമിറ്റ് ചെയ്യുന്നത്. ഇവിടെ സെൻട്രൽ മാക്സിമത്തിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ്? I0 ആണ്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് സോഴ്സിൽ നിന്നും വരുന്ന വേവ്സിൻ്റെ ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കും. I1 ഈക്വൽ ടു I2. നമ്മുടെ സെൻട്രൽ മാക്സിമത്തിൻ്റെ ഇൻറ്റൻസിറ്റി എന്താ മക്കളെ? I0 ആണ്. ദെൻ വാട്ട് ഇസ് ദി ഇൻറ്റൻസിറ്റി of waves at point P on the screen? Here P is located at distance X from central maxima. നമ്മുടെ സ്ക്രീനിൽ സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് X ഡിസ്റ്റൻസ് അപ്പാർട്ടിലുള്ളൊരു പോയിൻ്റാണ് P. ആ Pയിൽ വെച്ച് നമ്മുടെ വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. Pയിൽ നമുക്ക് കാണാൻ പറ്റുന്ന റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി വാലേറ്റ് ചെയ്യണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ബാൻഡ് വിഡ്ത്ത് എന്താ മക്കളെ? ബീറ്റയാണ്. ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് വി ഹാവ് ടു ഫൈൻഡ് ദ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി അറ്റ് പോയിന്റ് P in terms of the intensity of central maxima and bandwidth bandwidth beta. ഇവിടെ മക്കളെ ബാൻഡ് എന്താണ്? ബീറ്റ അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബാൻഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ബാൻഡ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ക്യാപിറ്റൽ D ബൈ സ്മോൾ d, where small d is the separation between two slits, capital D is the distance from slits to screen. ഈ രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷനാണ് മക്കളെ സ്മോൾ d. സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള സെപ്പറേഷനാണ് ക്യാപിറ്റൽ D. വേവിൻ്റെ വേവ് ലെങ്ത്താണ് ലാംഡ. അതൊക്കെ നിങ്ങൾ തിയറി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചായിരിക്കും. അവിടെ നമുക്ക് ബീറ്റേൻ്റെ വാല്യൂ കിട്ടി. ബീറ്റ എന്താ മക്കളെ? ലാംഡ ഇൻറ്റു ക്യാപിറ്റൽ D ബൈ സ്മോൾ d ആണ്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. Let us consider the superposition of two waves having intensities I1 and I2. Let phi be the phase difference between them. അതായത് മക്കളെ രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ രണ്ട് വേവ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഫൈ ആണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ദെൻ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് 2√I1 I2 cos phi. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ വരിക? റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് 2√I1 I2 cos phi. I1 ഇൻറ്റൻസിറ്റിയും I2 ഇൻറ്റൻസിറ്റിയുള്ള രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. ഈ രണ്ട് വേവ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്താ മക്കളെ? ഫൈ ആണ്. ദെൻ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ഈക്വൽസ് I1 പ്ലസ് I2 പ്ലസ് 2√I1 I2 cos phi. ഇവിടെ നമ്മുടെ രണ്ട് സോഴ്സും എമിറ്റ് ചെയ്യുന്ന വേവ്സിൻ്റെ ഇൻറ്റൻസിറ്റി സെയിം അല്ലേ? I1 ഈക്വൽ ടു I2. ഈ I1 ഈക്വൽ ടു I2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി എന്താ വരിക? I1 പ്ലസ് I1 ദാറ്റ് ഇസ് 2I1 പ്ലസ് 2√I1 ഇൻറ്റു I1 2I1 cos phi. നമുക്ക് റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി എങ്ങനെ എഴുതാൻ പറ്റും? 2I1 ഇൻറ്റു 1 പ്ലസ് cos phi. So resultant intensity equals 2I1 into what is the value of 1 plus cos phi? Simple maths ആണ് മക്കളെ. 1 plus cos phi ൻ്റെ വാല്യൂ എന്താണ്? 2 cos square phi by 2 അല്ലേ? 1 plus cos phi equal to 2 cos square phi by 2. ഞാൻ 1 plus cos phi എങ്ങനെ എഴുതി? 2 cos square phi by 2 എന്ന് എഴുതി. So the value of resultant intensity equal to എന്താ മക്കളെ കിട്ടുക? നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 4I1 cos square phi by 2.
ഈ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സൂപ്പർ ഇമ്പോസിങ് വേവ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് ഫൈ. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കാം, നമ്മുടെ സൂപ്പർ ഇമ്പോസിങ് വേവ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് മക്കളെ ഫൈ. വാട്ട് ഇസ് ദി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ സൂപ്പർ ഇമ്പോസിങ് വേവ്സ് അറ്റ് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ്? Actually, the central bright band is located symmetrically with respect to S1 and S2. മക്കളെ S1 എന്ന സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസും S2 എന്ന സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം അല്ലേ? അതായത് S1 എന്ന സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിലേക്ക് ട്രാവൽ ചെയ്യുന്ന ലൈറ്റ് കവർ ചെയ്യുന്ന പാത്ത് ലെങ്ത്തും S2 എന്ന സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിലേക്ക് ട്രാവൽ ചെയ്യുന്ന ലൈറ്റ് കവർ ചെയ്യുന്ന പാത്ത് ലെങ്ത്തും സെയിം അല്ലേ? സോ ദി പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ലൈറ്റ് വേവ്സ് അറൈവിങ് അറ്റ് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് ഫ്രം S1 ആൻഡ് S2 0. അതായത് S1 എന്നും S2 എന്നും സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിൽ എത്തുന്ന വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് മക്കളെ 0 ആണ്. പാത്ത് ഡിഫറൻസ് 0 ആയ ഫേസ് ഡിഫറൻസ് എന്താകും? 0 ആകും. സോ അറ്റ് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് ദി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ സൂപ്പർ ഇമ്പോസിങ് വേവ്സ് 0. ഈ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിൽ നമ്മുടെ സൂപ്പർ ഇമ്പോസിങ് വേവ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഫൈ എന്താണ്? 0 ആണ്. ഈ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി എന്താ മക്കളെ? I0 ആണ്. I0 ഈക്വൽ ടു 4I1 ഇൻറ്റു cos square 5/2. സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിൽ ഫൈൻ്റെ വാല്യൂ 0 ആണ്. cos square 0 is 1. സോ I0 ഈക്വൽ ടു 4I1. നമുക്കിവിടെ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടി. I0 ഈക്വൽ ടു 4I1. ഇനി മക്കൾ പി എന്ന പോയിന്റിലേക്ക് നോക്കൂ. പി എന്ന പോയിന്റിൽ വെച്ച് ലൈറ്റ് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ആ സൂപ്പർ ഇമ്പോസിങ് വേവ്സിൻ്റെ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? 4I1 cos square 5/2. റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി ഈക്വൽസ് 4I1 cos square 5/2. ഈ 4I1 എന്താ മക്കളെ? I0 അല്ലേ? വേർ I0 is the resultant intensity at central bright band into cos square 5/2. അങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടും. മക്കളെ ഫൈ എന്താണ്? നമ്മുടെ സൂപ്പർ ഇമ്പോസിങ് വേവ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് ഫൈ. ഫേസ് ഡിഫറൻസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിലുള്ള ഇക്വേഷൻ എന്താണ്? 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. What is the path difference between waves arriving at P from S1 and S2? This point P is located at distance x from central bright band. Central bright band next distance apart-ലുള്ള ഒരു പോയിന്റ് ആണ് P. അങ്ങനെയാണെങ്കിൽ പിയിൽ എത്തിച്ചേരുന്ന വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. D ഇൻറ്റു എക്സ് ബൈ ക്യാപിറ്റൽ D. ഇതിൻ്റെ ഡെറിവേഷൻ മക്കളെ നിങ്ങൾ +2 പഠിച്ചു കാണും. ഞാൻ വേണമെങ്കിൽ ഇത് ഡെറൈവ് ചെയ്ത് തരാം. ഈ നമുക്ക് S1 എന്ന് പിയിലെത്തുന്ന വേവും S2 എന്ന് പിയിലെത്തുന്ന വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസിൻ്റെ വാല്യൂ എന്തായിരിക്കും? D ഇൻറ്റു എക്സ് ബൈ ക്യാപിറ്റൽ D എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. മക്കളെ ഡയഗ്രത്തിലേക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ആംഗിള് നമ്മൾ തീറ്റ എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു ആംഗിൾ മക്കളെ തീറ്റ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് മക്കളെ ഈ S2P മൈനസ് S1P ആണ്. നമ്മൾ ആദ്യം S1 എന്ന് S2Pയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു. ആ ഒരു പെർപെൻഡിക്കുലർ നമ്മുടെ S2Pയെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് S1N. സോ വാട്ട് ഇസ് ദി പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ വേവ്സ് അറൈവിങ് അറ്റ് P ഫ്രം S1 ആൻഡ് S2? ഞാനിവിടെ വാലിഡേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താ മക്കളെ? S2P മൈനസ് S1P ആണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. S2P മൈനസ് S1P ഈക്വൽ ടു മക്കളതിനകത്ത് ഈ S1Pയും NPയും ഏതാണ്ട് സെയിം അല്ലേ? ഈ S1Pയും NPയും ഏതാണ്ട് സെയിം ആണ്. സോ S2P മൈനസ് S1P ദാറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു S2N അല്ലേ? S2P മൈനസ് S1P ഇസ് അപ്രോക്സിമേറ്റ്ലി S2N. ശരിക്കും ശ്രദ്ധിക്കണം, കാരണം ഈ NPയും S1Pയും ഏതാണ്ട് സെയിം ആണ്. S2N നമുക്ക് D സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. കാരണം ഈ കാണുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് S2N/D ആണ്. സോ S2N ഈക്വൽ ടു എന്ന് നമുക്ക് D സൈൻ തീറ്റ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ദി വാല്യൂ ഓഫ് D ഇസ് ടു സ്മോൾ. ഈ സ്ലിറ്റ് തമ്മിലുള്ള സെപ്പറേഷൻ വളരെ 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 ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ തീറ്റ ഇസ് എ സ്മോൾ ആംഗിൾ. തീറ്റ ഇസ് വെരി വെരി സ്മോൾ. സോ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനത്തിന് D ടാൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. സോ ദറ്റ് പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു എന്താ മക്കളെ? D ടാൻ തീറ്റ എന്ന് കിട്ടിയ പാത്ത് ഡിഫറൻസ് ഞാൻ സിമ്പിൾ കൊടുക്കുന്നു ഡെൽറ്റ. പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു D ടാൻ തീറ്റ. ഇനി മക്കളൊന്നും ഇവിടെ ശ്രദ്ധിക്കാം. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് S1 S2 വളരെ അടുത്തുള്ള 2 പോയിൻറ്റ്സ് ആണ്. ദേ ആർ ടു ക്ലോസ്. ഈ ആംഗിൾ മക്കളെ തീറ്റ ഇത് 90. ഈ ആംഗിൾ എന്താ വരിക? 90 മൈനസ് തീറ്റ. സോ ഈ ആംഗിൾ എന്താവണം? തീറ്റ ആവണം. ആ ആംഗിളിൻ്റെ വാല്യൂ മക്കളെ തീറ്റ എന്ന് കിട്ടണം. ഇനി നിങ്ങളൊന്ന് നോക്കിയേ, ഈ പോയിൻറ്റും S2 ഒക്കെ വളരെ അടുത്തല്ലേ? ബിക്കോസ് ദി സെപ്പറേഷൻ ബിറ്റ്വീൻ സ്ലിറ്റ്സ് ഇസ് ദാറ്റ് മച്ച് സ്മോൾ. അതുകൊണ്ട് തന്നെ ഈ പോയിൻറ്റും ഈ പോയിൻറ്റും ഒത്തിരി അടുത്താണ്. സോ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും ഏകദേശം മക്കളെ എന്ത് വരും? തീറ്റ എന്ന് വരും. So what is the value of path difference between waves arriving at P from S1 and S2?
അങ്ങനെയാണെങ്കിൽ S1 എന്നും S2 എന്നും പിയിൽ എത്തിച്ചേരുന്ന വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്താ നമുക്ക് കിട്ടിയ ഇക്വേഷൻ D ഇൻറ്റു വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ടാൻ തീറ്റ. ഈ ഒരു ട്രയാങ്കിളിലേക്ക് നോക്കിയാൽ ടാൻ തീറ്റൻ്റെ വാല്യൂ എന്താ? ലുക്ക് അറ്റ് ദിസ് ട്രയാങ്കിൾ. ടാൻ തീറ്റസ് ഓപ്പോസിറ്റ് സൈഡ് എക്സ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ക്യാപിറ്റൽ ഡി. ആ ഒരു ട്രയാങ്കിളിലേക്ക് നോക്കിയാൽ നമ്മുടെ ടാൻ തീറ്റൻ്റെ വാല്യൂ എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് എക്സ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ക്യാപിറ്റൽ ഡി. സോ നമ്മുടെ S1 എന്നും S2 എന്നും പിയിൽ എത്തിച്ചേരുന്ന വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? D ഇൻറ്റു സ്മോൾ എക്സ് ബൈ ക്യാപിറ്റൽ ഡി എന്ന് മക്കളെ കിട്ടി. അപ്പോൾ നിങ്ങളൊന്നിവിടെ നോക്കുക, ഈ പാത്ത് ഡിഫറൻസ് മക്കളെ ഡെൽറ്റ ആണെങ്കിൽ നമ്മുടെ ഫേസ് ഡിഫറൻസ് എന്താ വരിക? ഫേസ് ഡിഫറൻസ് ഈക്വൽ ടു 2π ലാംഡ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സിമ്പിളായ റിലേഷനാണ്. ഫേസ് ഡിഫറൻസ് എന്താ മക്കളെ? 2π ലാംഡ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. So what is the value of phase difference between waves arriving at P from S1 and S2? അപ്പോൾ S1 and S2 എന്നും പിയിൽ എത്തിച്ചേരുന്ന വേവ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ദാറ്റ് ഇസ് 2π ലാംഡ ഇൻറ്റു പാത്ത് ഡിഫറൻസിൻ്റെ വാല്യൂ എന്താണ്? dx ബൈ ക്യാപിറ്റൽ ഡി. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഫേസ് ഡിഫറൻസ് ഫൈ ഈക്വൽ ടു 2πx ഇൻറ്റു സ്മോൾ ഡി divided by capital D into lambda or lambda into capital D. നിങ്ങൾ ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം ഒന്ന് നോക്കിയാൽ മക്കളെ, ഈ സാധനം എന്താണ്? നമുക്കറിയാം നമ്മുടെ ബാൻഡ് വിഡ്ത്ത് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ലാംഡ ഇൻറ്റു ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി അല്ലേ? സോ ദി ക്വാണ്ടിറ്റി ഇൻസൈഡ് ബ്രാക്കറ്റ് ഇസ് നത്തിങ് ബട്ട് ദി റെസിപ്രോക്കൽ ഓഫ് ബാൻഡ് വിഡ്ത്ത്. ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ റെസിപ്രോക്കൽ അല്ലേ ഇത്? സോ ഫൈ ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? 2πx ബൈ ബീറ്റ എന്ന് കിട്ടും. ഫൈൻ്റെ വാല്യൂ എന്താ കിട്ടുക? 2πx ബൈ ബീറ്റ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പിയിൽ എത്തിച്ചേരുന്ന വേവ്സിൻ്റെ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയാണ്. ആ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നേരത്തെ ഒരു ഇക്വേഷൻ കിട്ടിയിരുന്നു. ആ ഇക്വേഷൻ എന്തായിരുന്നു? ദി വാല്യൂ ഓഫ് റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ഈക്വൽ ടു 4i1 ഇൻറ്റു കോസ് സ്ക്വയർ 5/2. മക്കൾ ശ്രദ്ധിക്കണം, ഇവിടെ ഈ 5/2ൻ്റെ വാല്യൂ എന്തായിരിക്കും? 5/2 ഈക്വൽ ടു πx ബൈ ബീറ്റ. 5/2 നമുക്ക് πx ബൈ ബീറ്റ എന്ന് കിട്ടും. 4i1 എന്താണ്? സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് 4i1. സോ അതിനെ നമുക്ക് I0 എന്ന് വിളിക്കാം. ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടുണ്ട്. കോസ് സ്ക്വയർ ഇൻറ്റു വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് 5/2? 5/2 ഇസ് πx ബൈ ബീറ്റ. ഈ 5/2 എന്താ മക്കളെ? πx ബൈ ബീറ്റയാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ പാത്ത് ഡിഫറൻസിൻ്റെ വാല്യൂ ഡ്രൈവ് ചെയ്യുന്നും വേണ്ട, അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും dx ബൈ ക്യാപിറ്റൽ ഡി. അപ്പോൾ നമ്മൾ എക്സാമിനേഷനുകളൊന്ന് ഡ്രൈവ് ചെയ്യണമെന്നും വേണം, നിങ്ങൾക്ക് ആ വാല്യൂ അറിയുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കും മക്കളെ. വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ റേപ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. An object is placed at 15 cm from a convex lens of focal length 10 cm. Where should another convex mirror of radius 12 cm be placed from the lens such that image will coincide with object? ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഡയഗ്രാം ഒന്ന് വരച്ചോട്ടെ മക്കളെ. നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു കോൺവെക്സ് ലെൻസിൻ്റെയും ഒരു കോൺവെക്സ് മിററിൻ്റെയും കോമ്പിനേഷനാണ്. ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോൺവെക്സ് ലെൻസിൻ്റെ 15 സെൻറ്റിമീറ്റർ മുന്നിലായിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ എവിടെ ഒരു കോൺവെക്സ് മിറർ വെച്ചാൽ ഫൈനലി വി ക്യാൻ സീ എൻ ഇമേജ് അറ്റ് ദി സെയിം പൊസിഷൻ ഓഫ് ഇനിഷ്യൽ ഒബ്ജക്റ്റ്. നമ്മൾ എവിടെ ഈ കോൺവെക്സ് മിറർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ അതേ പൊസിഷനിൽ ഫൈനൽ ഇമേജ് കാണാൻ പറ്റും. ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റാസ് എന്ന് പറയുന്നത് നമ്മുടെ ലെൻസിൻ്റെയും മിററിൻ്റെയും ഫോക്കൽ ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 12 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് 10 സെൻറ്റിമീറ്ററും മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 12 സെൻറ്റിമീറ്ററുമാണ്. ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് എന്തായിരുന്നു? ദി ഫോക്കൽ ലെങ്ത്ത് ഓഫ് ലെൻസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് പ്ലസ് 10 സെൻറ്റിമീറ്റർ ആണ്. മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 12 സെൻറ്റിമീറ്റർ ആണ്. ഇതൊരു കോൺവെക്സ് മിററാണ്, അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ മക്കളെ പോസിറ്റീവാണ്, പ്ലസ് 12 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. What should be the separation between lens and mirror such that we can see final image at the same position of object? അതായത് ആ മിറർ, കോൺവെക്സ് മിറർ എവിടെ കൊണ്ടുവച്ചാൽ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ അതേ പൊസിഷനിൽ ഫൈനൽ ഇമേജ് കാണാൻ പറ്റും. മക്കളെവിടെ ശരിക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്കിയേ. ആദ്യം നമ്മുടെ ലൈറ്റ് ലെൻസിലൂടെ റിഫ്രാക്റ്റ് ചെയ്യും. ഈ ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്തിട്ടുണ്ട്, ലെൻസ് റിഫ്രാക്റ്റ് ചെയ്യുന്ന ലൈറ്റിനെ കോൺവെക്സ് മിറർ പിന്നെ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. അറ്റ് ഫസ്റ്റ് ലൈറ്റ് ഇസ് റിഫ്രാക്റ്റഡ് ത്രൂ ലെൻസ്, then this refracted light is reflected by mirror, that light is again refracted through lens. അങ്ങനെയല്ലേ ഫൈനൽ ഇമേജ് ഉണ്ടാവുന്നത്. ആദ്യം നമ്മുടെ കോൺവെക്സ് ലെൻസ് ലൈറ്റിനെ റിഫ്രാക്റ്റ് ചെയ്തു,
ആ ലൈറ്റിനെ നമ്മുടെ കോൺവെക്സ് മിറർ റിഫ്ലക്റ്റ് ചെയ്യും. ഈ ലൈറ്റ് വീണ്ടും ലെൻസിലൂടെ റിഫ്രാക്ട് ചെയ്യും. അങ്ങനെയാണ് ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? നമ്മുടെ ഫൈനൽ ഇമേജ് ആരുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്? ഇനിഷ്യൽ ഒബ്ജക്റ്റുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശരിക്കും മക്കളൊന്ന് ഇവിടെ ശ്രദ്ധിക്കാം. മക്കളെ, ഫൈനൽ ഇമേജ് ഇനിഷ്യൽ ഒബ്ജക്റ്റുമായിട്ട് കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ ഈ കോൺവെക്സ് മിറർ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ പാത്ത് റീട്രേസ് ചെയ്യണ്ടേ? ഈ ഫൈനൽ ഇമേജ് ഇനിഷ്യൽ ഒബ്ജക്റ്റുമായിട്ട് കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ ലൈറ്റ് പോയ അതേപോലെ തിരിച്ചിങ്ങ് പോരണം. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ലൈറ്റ് മക്കളെ പോയ അതേപോലെ തിരിച്ചിങ്ങ് പോരണമെങ്കിൽ കോൺവെക്സ് മിറർ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ പാത്ത് എന്ത് ചെയ്യണം? റീട്രേസ് ചെയ്യണം. ഈ കോൺവെക്സ് മിറർ റിഫ്ലക്റ്റ് ചെയ്ത ലൈറ്റ് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ പാത്ത് റീട്രേസ് ചെയ്താൽ നമ്മുടെ ലൈറ്റിന് പോയ പോലെ തിരിച്ചിങ്ങ് പോരാൻ പറ്റും. ഇതിന് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ അതേ പൊസിഷനിൽ നമുക്ക് ഫൈനൽ ഇമേജ് കാണാനും പറ്റും. ഈ O ആണ് നമ്മുടെ ഇനിഷ്യൽ ഒബ്ജക്റ്റ്. അവിടെ തന്നെ നമുക്ക് ഫൈനൽ ഇമേജ് കാണാൻ പറ്റും. മക്കളോട് ശ്രദ്ധിക്കണം. അങ്ങനെ സംഭവിക്കാനുള്ള കണ്ടീഷൻ എന്താണ്? ഒരു മിറർ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ പാത്ത് റീട്രേസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും 0 ആവണം, ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 0 ആവണം. നന്നായിട്ട് മക്കളെ ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ഇനിഷ്യൽ ഒബ്ജക്റ്റിൻ്റെ അതേ പൊസിഷനിൽ ഫൈനൽ ഇമേജ് കാണാൻ പറ്റണമെങ്കിൽ കോൺവെക്സ് മിറർ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് ഇൻസിഡൻറ്റ് ലൈറ്റ് പോയ അതേ പാത്തിലൂടെ തിരിച്ചിങ്ങ് പോരണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ കോൺവെക്സ് മിറർ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ പാത്ത് മക്കളെ റീട്രേസ് ചെയ്യണം. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ മിറർ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ പാത്ത് റീട്രേസ് ചെയ്യണമെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും 0 ആവണം, ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 0 ആവണം. മക്കളെ, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആവണമെങ്കിൽ ഇൻസിഡൻറ്റ് ലൈറ്റ് പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ വരയ്ക്കുന്ന നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താവണം? 0 ആവണം. ഈ ഇൻസിഡൻറ്റ് ലൈറ്റ് എങ്ങനെ വരണം? ഇവിടെ വരയ്ക്കുന്ന നോർമലിൻ്റെ അതേ ഡയറക്ഷനിൽ വരണം. ഇൻസിഡൻറ്റ് ലൈറ്റ് ഇവിടെ വരയ്ക്കുന്ന നോർമലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 0 ആവണം. എങ്ങനെ നമുക്ക് ഈ പോയിന്റിലൂടെ നോർമൽ വരയ്ക്കാൻ പറ്റും? അതായത് അവിടുത്തെ ഇൻസിഡൻറ്റ് ലൈറ്റും ആ നോർമലും ഒരേപോലെ ആവണം. ഞാൻ പറയുന്നത് ഇതൊരു കർവ്ഡ് മിററാണ്. കർവ്ഡ് മിററിലുള്ള നോർമൽ വരയ്ക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കർവ്ഡ് മിററിൽ ഏതെങ്കിലും പോയിന്റിലുള്ള നോർമൽ വരയ്ക്കണമെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിന്ന് ആ പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടത്. കർവ്ഡ് മിററിൽ ഏതെങ്കിലും പോയിന്റിലുള്ള നോർമൽ വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്താ മക്കൾ ചെയ്യേണ്ടത്? സെൻറ്റർ ഓഫ് കർവേച്ചറിന്ന് ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ അങ്ങ് വരയ്ക്കണം. മക്കളൊന്നും ഇവിടെ ശ്രദ്ധിക്കാം. ഈ പോയിന്റിലുള്ള നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റർ ഓഫ് കർവേച്ചറിന്ന് ഇങ്ങോട്ട് വരച്ച ലൈനാണ്. ഇവിടുത്തെ നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റർ ഓഫ് കർവേച്ചറിന്ന് ഇങ്ങോട്ട് വരച്ച ലൈനാണ്. അതായത് ഈ പോയിന്റ് എന്താവണം മക്കളെ? നമ്മുടെ മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ ആവണം. ഈ മിററിൻ്റെ പോള് മക്കൾ P എന്നങ്ങ് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പോളിന്ന് സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ? ഈ പോളിന്ന് സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ദൂരം റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കോൺവെക്സ് ലെൻസ് റിഫ്രാക്ഷൻ കഴിഞ്ഞ് ഫോം ചെയ്യുന്ന ഇമേജ് എവിടെ വരണം? കോൺവെക്സ് മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ വരണം. അങ്ങനെയാണെങ്കിൽ ഈ ഇമേജ് നമ്മുടെ കോൺവെക്സ് മിററിനുള്ള ഒരു വെർച്വൽ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യും. കോൺവെക്സ് മിറർ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ പാത്ത് റീട്രേസ് ചെയ്യും. ഫൈനലി നമുക്ക് അവിടെ ഇമേജ് കാണാൻ പറ്റും. നമ്മുടെ ഇനിഷ്യൽ ഒബ്ജക്റ്റിൻ്റെ അതേ പൊസിഷനിൽ ഇമേജ് കാണാൻ പറ്റും. ഇനി ഇത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായി. അപ്പോൾ നമ്മുടെ കോൺവെക്സ് ലെൻസ് അതിൻ്റെ ആദ്യത്തെ റിഫ്രാക്ഷൻ കഴിഞ്ഞ് ഫോം ചെയ്യുന്ന ഇമേജ് അതിനെ നമുക്ക് I1 എന്ന് വിളിക്കാം. ആ I1 എവിടെ വരണം? നമ്മുടെ കോൺവെക്സ് മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ വരണം. എന്നാലേ കോൺവെക്സ് മിറർ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ പാത്ത് റീട്രേസ് ചെയ്യുള്ളൂ. അപ്പോൾ മക്കൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് ലെറ്റ് us consider the first refraction through lens. നമുക്ക് ലെൻസിലൂടെയുള്ള ആദ്യത്തെ റിഫ്രാക്ഷൻ നോക്കാം. ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ ഞാൻ O' എന്ന് വിളിക്കുന്നു. അപ്പോൾ ലെൻസിലൂടെ ഉള്ള ആദ്യത്തെ റിഫ്രാക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലെൻസിൻ്റെ റിയൽ ഒബ്ജക്റ്റാണ് O. ആദ്യത്തെ റിഫ്രാക്ഷൻ കഴിഞ്ഞ് ലെൻസ് ഫോം ചെയ്യുന്ന റിയൽ ഇമേജ് ആണ് I1. ആദ്യത്തെ റിഫ്രാക്ഷൻ കഴിഞ്ഞ് നമ്മുടെ ലെൻസ് ഫോം ചെയ്ത റിയൽ ഇമേജ് ആണ് മക്കളെ I1. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായി. ലെൻസിൻ്റെ കേസിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്താ വരിക? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ ഈ ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് വേണം മെഷർ ചെയ്യാൻ. ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ലെൻസിൻ്റെ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം O'. ഈ O' എന്ന മെഷർമെൻറ്റ് ഇൻസിഡൻറ്റ് ലൈറ്റിന് ഓപ്പോസിറ്റാണ്. O' എന്ന മെഷർമെൻറ്റ് ഇൻസിഡൻറ്റ് ലൈറ്റിന് ഓപ്പോസിറ്റാണ്. ഇൻസിഡൻറ്റ് ലൈറ്റ് ഇസ് ഡയറക്റ്റഡ് ഫ്രം റിയൽ ഒബ്ജക്റ്റ് ടു ലെൻസ്. ഈ O' ഞാൻ അളക്കുന്നത് ഇൻസിഡൻറ്റ് ലൈറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇൻസിഡൻറ്റ് ലൈറ്റ് റിയൽ ഒബ്ജക്റ്റിൻ്റെ ലെൻസിലേക്ക് പോകുന്നത്. അതിന് ഓപ്പോസിറ്റാണ് O'. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നെഗറ്റീവായിട്ട് എടുക്കും -O'. സോ -15 സെൻറ്റിമീറ്റർ. കോൺവെക്സ് ലെൻസാണ് മക്കളെ. ഫോക്കൽ ലെങ്ത് പോസിറ്റീവാണ് +10. ഇതിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് V എന്നാണ്.
ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം O dash I1. ഈ O dash I1 നമ്മൾ മെഷർ ചെയ്യുന്നത് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ അതേ ഡയറക്ഷനിലാണ്. O dash I1 മെഷർ ചെയ്യുന്നത് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ അതേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ് മക്കളെ പോസിറ്റീവാണ്. പ്ലസ് O dash I1. സോ ദറ്റ് ഈസ് ഈക്വൽ ടു O dash I1. എത്രയാണ് മക്കളെ O dash I1 നമുക്ക് കിട്ടുന്നത്? X plus 12. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായി നമ്മളിവിടെ ലെൻസ് ഇക്വേഷൻ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. സിമ്പിളായിട്ട് നമുക്കിതിന് ആൻസർ കിട്ടും. എന്നാൽ നമ്മുടെ ലെൻസ് ഫോമുല എന്താ മക്കളെ പറയുന്നത്? ലെൻസ് ഫോമുല -1/u + 1/v = 1/f. വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് -1/u? u എത്രയാണ്? -15 അല്ലേ? -15 1/15 + 1/v = 1/f 1/10 or 1/v = നമുക്ക് എന്താ മക്കളെ കിട്ടുക? 1/10 - 1/15 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിൻ്റെ വാല്യൂ കിട്ടും. ഇവിടെ LCM 30 ആണ്. 30/10 2 ആണ്. 30/10 3 ആണ്. 30/15 2 ആണ്. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വിൻ്റെ വാല്യൂ മക്കളെ 30 എന്ന് കിട്ടും. v = 30 സെൻറ്റിമീറ്റർ. അത് LCM നമുക്ക് എടുത്ത് സോൾവ് ചെയ്താൽ മതി. ആ വിൻ്റെ വാല്യൂ എന്താ മക്കളെ? v = x + 12 അല്ലേ? x + 12 = 30. സോ എക്സിൻ്റെ വാല്യൂ എന്താണ്? 18 സെൻറ്റിമീറ്റർ അല്ലേ? അതായത് ലെൻസ് 18 സെൻറ്റിമീറ്റർ അപ്പാർട്ടിൽ കോൺവെക്സ് മിറർ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഫൈനൽ ഇമേജ് എവിടെയായിരിക്കും? ഇനിഷ്യൽ ഒബ്ജക്റ്റിൻ്റെ അതേ പൊസിഷനിൽ വരും. നമുക്കൊരു കാര്യം ചെയ്യാം മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. നമ്മുടെ ഇലക്ട്രോണിക്സിനെയും കറണ്ട് ഇലക്ട്രിസിറ്റിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദിസ് സർക്യൂട്ട് ഷോൺ ഹിയർ the transistor used as a current gain beta = 100. What should be the bias resistor RB so that VCE = 5 volt? ഇവിടെ മക്കളെ ഈ ഒരു സെല്ലിൻ്റെ EMF 10 വോൾട്ട് ആണ്. ഈ സർക്യൂട്ടിൻ്റെ കറണ്ട് ഗെയിൻ ബീറ്റ 100 ആണ്. അതായത് IC/IB 100 ആണ്. What should be the bias resistor RB so that collector emitter voltage is 5 volt? Neglect base emitter voltage. ഞാൻ ആ ഡയഗ്രാം മക്കളെ ജസ്റ്റ് ഒന്ന് മാറ്റി വരച്ചു തരാം. ഇത്ര ക്ലിയർ അല്ല മക്കളതിനകത്ത്. ഈ കളക്ടർ emitter വോൾട്ടേജ് എത്രയാണ്? 5 വോൾട്ടാണ്. ഈ VCE എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? VCE മീൻസ് VC - VE. ഈ VCE എന്ന് പറഞ്ഞാൽ മക്കളെ VC - VE ആണ്. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് വോൾട്ടേജ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം. VC - VE = എന്താ മക്കളെ വരിക? VC - VB + VB - VE. അത് ഒരു സിമ്പിൾ ലോജിക്കാണ്. VC - VE = VC - VB + VB - VE. ഇതിനകത്ത് -VB + VB ക്യാൻസൽ ചെയ്ത് അവസാനം എന്താ പറയുക? VC - VE എന്ന് കിട്ടും. യെസ്. സോ VC - VE അതാണ് നമ്മുടെ VCE, കളക്ടർ എമിറ്റർ വോൾട്ടേജ് ഓർ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ കളക്ടർ ആൻഡ് എമിറ്റർ. എന്താ മക്കളെ? VC - VB. അതിന് നമുക്ക് VCB എന്ന് വിളിക്കാം. VCB + VB - VE എന്താണ്? VBE. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് നെഗ്ലജിബിൾ ആണ്. ബേസ് എമിറ്റർ വോൾട്ടേജ് നെഗ്ലജിബിൾ ആണ്. ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടുള്ള ജംഗ്ഷനാണ് ബേസ് എമിറ്റർ ജംഗ്ഷൻ. അവിടുത്തെ ആ വോൾട്ടേജ് നെഗ്ലജിബിൾ ആണെന്ന് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ VC is 5 volt, 5 = VCB + this voltage is approximately 0. ഞാനത് നെഗ്ലക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ മക്കളെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ VCBൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 5 volt എന്ന് കിട്ടും. VCB is approximately 5 volt. അത് നമുക്ക് ഈ ഒരു കാര്യത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, ഇത് വലിയ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല മക്കളെ. ഞാൻ ജസ്റ്റ് അവിടുത്തെ ഓരോ കറണ്ടായിട്ട് അങ്ങ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ ഈ കളക്ടർ സർക്യൂട്ടിലുള്ള കറണ്ട് നമുക്ക് IC എന്നങ്ങ് എടുക്കാം. IC RBയിലൂടെ ഫ്ലോ ചെയ്യുന്ന ബേസ് കറണ്ട് IB ആണ്. IC + IB = IE. IC + IB ആണ് മക്കളെ IE. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇവിടെ ശ്രദ്ധിക്കണം. നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് RBൻ്റെ വാല്യൂ ആണ്. ബീറ്റ തന്നിട്ടുണ്ട്. കോമൺ എമിറ്റർ കറണ്ട് ഗെയിൻ ബീറ്റാസ് ഗിവൺ. ബീറ്റ = എന്താ മക്കളെ? IC/IB അല്ലേ? ബീറ്റേൻ്റെ വാല്യൂ എന്താണ്? IC/IB ആണ്. അവിടെ നമുക്ക് ഈസി ആയിട്ടെന്ന് കാണാൻ പറ്റും. നമ്മുടെ IB കാണാൻ പറ്റും. IB = IC/β എന്ന് കിട്ടും. അതിനാദ്യം നമ്മൾ IC കാണണം. ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് ICൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കാം. RC എത്രയാണ് മക്കളെ? 1 kilo ohm അല്ലേ? RC is how much? 1 kilo ohm. ഇവിടെ നമുക്ക് VCEൻ്റെ വാല്യൂ അറിയാം. സോ നിങ്ങൾ ഈ ഒരു ലൂപ്പ് ഒന്ന് കൺസിഡർ ചെയ്യാം മക്കളെ. ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യാം. ഈ ഒരൊറ്റ ലൂപ്പ്. അവിടുത്തെ ബാറ്ററി വോൾട്ടേജ് എന്താണ്? 10 volt അല്ലേ? അപ്പോൾ ഇവിടെ കിർച്ചോഫ് സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10 = ഈ കളക്ടർ റെസിസ്റ്റൻസിന് ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പിനെ നമുക്ക് ICRC എന്ന് വിളിക്കാം. ICRC. പിന്നെ അടുത്തത് പ്ലസ് എന്താണ്? നമ്മുടെ VCE അല്ലേ? ഒന്നുമില്ല മക്കളെ, ഞാനിതവിടെ ജസ്റ്റ് സെക്കൻഡ് ലോ അപ്ലൈ ചെയ്തു. 10 volt = ICRC + VCE. ഈ 10 voltiൻ്റെ ഒരു പാർട്ട് RCയിൽ ഡ്രോപ്പ് ചെയ്യും, ബാക്കി കളക്ടറിനും എമിറ്ററിനെ ക്രോസ് ആയിട്ട് അപ്പിയർ ചെയ്യും. അത്രയേ ഉള്ളൂ. സോ 10 =
IC into RC. RC നമുക്കറിയാം 1 kilo ohm ആണ്. 1 kilo ohm എന്ന് പറഞ്ഞാൽ IC into the value of RC is 1 kilo ohm 10 raised to 3 plus what is the value of VC? VC 5. So ഇത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 equal to IC into 10 raised to 3 എന്ന് കിട്ടും. or IC equal to 5 into 10 raised to minus 3 ampere. നമുക്ക് IC മക്കളെ 5 മില്ലി ആംപിയർ എന്ന് കിട്ടി. ഇവിടെ കിട്ടിയിരിക്കുന്ന ICൻ്റെ വാല്യൂ എന്താണ്? 5 മില്ലി ആംപിയർ ആണ്. നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആർ ബിൻ്റെ വാല്യൂ ആണ്. ഐ സി കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഐ ബി കാണാം. എന്താ മക്കൾ ഐ ബി എന്താണ്? ഐ ബി ഈക്വൽ ടു ഐ സി ബൈ കോമൺ എമിറ്റർ കറന്റ് ഗെയിൻ ഐ സി ബൈ ബീറ്റ. ഐ സി ഇസ് 5 into 10 raised to minus 3 divided by the value of beta is 100. ഇതങ്ങ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ ബിൻ്റെ വാല്യൂ എന്താ മക്കളെ കിട്ടുക? ദി വാല്യൂ ഓഫ് ഐ ബി ഇസ് ഹൗ മച്ച്? 5 into 10 raised to minus 5 ആംപിയർ. നമുക്ക് ഐ ബിൻ്റെ വാല്യൂ കിട്ടി എത്രയാണ്? 5 into 10 raised to minus 5 ആംപിയർ ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുക. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ മക്കളെ വരിക? ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഐ ബി ഇൻറ്റു ആർ ബി അല്ലേ? സോ ഐ ബി ഇൻറ്റു ആർ ബി ഈക്വൽ ടു, അത് തന്നെയാവേണ്ട ഈ പോയിൻറ്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ പോയിൻറ്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇങ്ങനെ വന്നാലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും സെയിം ആവണം. നിങ്ങളൊന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് മക്കളെ? ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഐ ബി ഇൻറ്റു ആർ ബി ആണ്. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? ഐ സി ഇൻറ്റു ആർ സി പ്ലസ് എന്താണ്? വി സി ബി അല്ലേ? ഞാനിവിടെ കറണ്ട് ഇലക്ട്രിസിറ്റിയിലുള്ള വളരെ സിമ്പിളായ കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഈ പോയിൻറ്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മക്കൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂം ഇങ്ങനെ ട്രാവൽ ചെയ്താൽ കിട്ടുന്ന വാല്യൂം സെയിം ആവണം. ഇങ്ങനെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? ആർ ബിക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ് ഐ ബി ഇൻറ്റു ആർ ബി. ഇങ്ങനെ വരുമ്പോൾ കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ആർ സി പ്ലസ് കളക്ടർ ബേസ് വോൾട്ടേജ്. ഐ ബി ഇൻറ്റു ആർ ബി, ഐ ബിൻ്റെ വാല്യൂ നമുക്കറിയാം 5 into 10 raised to minus 5. സോ ഐ ബി ആർ ബി ഈക്വൽ ടു ഐ സി ആർ സി. എത്രയും മക്കൾ ഐ സി ആർ സി? ഐ സി ആർ സി നേരത്തെ നമുക്ക് കിട്ടിയതാണ് 5 volt. ഐ സി ആർ സിയുടെ വാല്യൂ നേരത്തെ കിട്ടിയിരിക്കുന്നത് എത്രയായിരുന്നു? 5 volt ആയിരുന്നു. പ്ലസ് വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് വി സി ബി? വി സി ബി ഇസ് അപ്രോക്സിമേറ്റ്ലി 5. സോ ഐ ബി ആർ ബി ഈക്വൽ ടു 10. നമുക്കിവിടെ ഐ ബി ആർ ബി എന്താ മക്കളെ കിട്ടുക? 10 എന്ന് കിട്ടും. എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന ഐ ബി ആർ ബിൻ്റെ വാല്യൂ എന്താണ്? 10 ആണ്. ഐ ബി ആർ ബി ഈക്വൽ ടു 10. ആർ ബി മക്കളെ കാണണം. ഐ ബിൻ്റെ വാല്യൂ നമുക്കറിയാം 5 into 10 raised to minus 5 ഇൻറ്റു ആർ ബി ഈക്വൽ ടു നമുക്ക് 10 എന്ന് കിട്ടും. സോ ദി വാല്യൂ ഓഫ് ആർ ബി ഈക്വൽസ് 10/5 into 10 raised to minus 5 or ആർ ബി ഈക്വൽ ടു, ഇവിടെ മക്കളെ ആർ ബിൻ്റെ വാല്യൂ 10/5 into 10 raised to minus 5 2 into 10 raised to minus 5 or ആർ ബി ഈക്വൽ ടു നമുക്ക് മക്കളെ 200 into 10 raised to 3 എന്ന് കിട്ടും or 200 kilo ohm. നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു സൈഡിലേക്ക് നോക്കുക. ഐ ബി ആർ ബി 10 എന്ന് കിട്ടി. ആർ ബി ഐ ബിൻ്റെ വാല്യൂ എന്താണ്? 5 into 10 raised to minus 5 into ആർ ബി ഈക്വൽ ടു 10. മക്കളെ സോൾവ് ചെയ്യുമ്പോൾ ആർ ബി 2 into 10 raised to 5 ohm, 10 raised to plus 5 ആണ്. 2 into 10 raised to plus 5 എന്ന് കിട്ടും. ആർ ബി 200 kilo ohm എന്ന് കിട്ടും. നമുക്ക് വേണമെങ്കിൽ മക്കളെ ജസ്റ്റ് അങ്ങനത്തെ ഒരു ആൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. യെസ്, തേർഡ് ഓപ്ഷൻ 200 kilo ohm. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദി ആർ എം എസ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഷോൺ ഇൻ ഫിഗറസ്. ഇവിടെ ഫിഗർ ഞാനൊന്ന് മാറ്റി വരച്ചു തരാം. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അതായത് നമ്മുടെ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ മാത്രമേ നമ്മുടെ വോൾട്ടേജ് അപ്പിയർ ചെയ്യുന്നുള്ളൂ. ആ വോൾട്ടേജിൻ്റെ വാല്യൂ ആദ്യത്തെ T/2 സെക്കൻഡിൽ കോൺസ്റ്റൻ്റ് ആണ് V0. ഇനി അടുത്ത T/2 സെക്കൻഡിൽ വോൾട്ടേജ് 0 ആണ്. നമുക്കിവിടെ കാണേണ്ടത് ഈ വോൾട്ടേജിൻ്റെ ആർ എം എസ് വാല്യൂ ആണ്. മക്കളെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഒരു വാരിയിങ് വോൾട്ടേജിൻ്റെ ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത് ഈ വാരിയിങ് വോൾട്ടേജ് ഒരു ഗിവൺ സർക്യൂട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന അതേ ഹീറ്റ് അതേ സർക്യൂട്ടിൽ അതേ ടൈമിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആണ്. ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഒരു വാരിയിങ് വോൾട്ടേജ് ഒരു സർക്യൂട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന സെയിം ഹീറ്റ് സെയിം സർക്യൂട്ടിൽ സെയിം ടൈമിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കോൺസ്റ്റൻറ്റ് വോൾട്ടേജിനെ നമുക്ക് എന്ത് വിളിക്കാം? വാരിയിങ് വോൾട്ടേജിൻ്റെ ആർ എം എസ് വാല്യൂ എന്ന് വിളിക്കാം. സോ ആർ എം എസ് വാല്യൂ ഓഫ് എ വാരിയിങ് വോൾട്ടേജ് ഇസ് ദാറ്റ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് which will generate the same amount of heat in same circuit in same time as generated by the varying voltage. വാരിയിങ് വോൾട്ടേജ് ഒരു സർക്യൂട്ടിൽ ഉണ്ടാക്കുന്ന ഹീറ്റ് അതേ ടൈമിൽ അതേ സർക്യൂട്ടിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കോൺസ്റ്റൻറ്റ് വോൾട്ടേജിനെ നമുക്ക് ആ വാരിയിങ് വോൾട്ടേജിൻ്റെ ആർ എം എസ് വാല്യൂ എന്ന് വിളിക്കാം. ഇവിടെ
ഈ ഒരു ഫുൾ സൈക്കിളിൽ ഈ വാരിയിങ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്തായിരിക്കും? വളരെ സിമ്പിളാണ് മക്കളെ. V0² ഇൻറ്റു ഫുൾ സൈക്കിളിൽ വാരിയിങ് വോൾട്ടേജ് ഉണ്ടോ? ആദ്യത്തെ T/2 സെക്കൻഡിലെ വാരിയിങ് വോൾട്ടേജ് അപ്പിയർ ചെയ്യുന്നുള്ള അടുത്ത T/2 0 ആണ്. അപ്പോൾ ഈ ഒരു T ടൈമിൽ ഇതേ സർക്യൂട്ടിൽ സെയിം ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആണ് ഈ ഒരു വാരിയിങ് വോൾട്ടേജിൻ്റെ RMS വാല്യൂ. സോ VRMS²/R ഇൻറ്റു T. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. ഈ ആറും ടി ഒക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VRMS² V0²/2 എന്ന് കിട്ടും. ഓർ VRMS എന്താ മക്കളെ കിട്ടുക? V0/√2. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ കൺസെപ്റ്റ് മാത്രം പഠിക്കുക. അതേപോലെ ഒരു വാരിയിങ് കറണ്ടിൻ്റെ RMS വാല്യൂ എന്താണ്? ഈ വാരിയിങ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന സെയിം ഹീറ്റ് സെയിം ടൈമിൽ സെയിം സർക്യൂട്ടിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കോൺസ്റ്റൻറ്റ് കറണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? നമ്മുടെ വാരിയിങ് കറണ്ടിൻ്റെ RMS വാല്യൂ എന്ന് വിളിക്കാം. ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ 5/9/2020 ഇന്ന് നടന്ന എക്സാമിൽ കെമിസ്ട്രിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ കുട്ടികൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫർദർ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അത് നേരിട്ട് ക്ലിയർ ചെയ്യാവുന്നതായിരിക്കും. വാട്സാപ്പ് വഴിയോ ഫോൺ കോൾ വഴിയോ നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 46ാമത്തെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന കാര്യം ഭയങ്കര സിമ്പിളാണ്. 10 ml ഓഫ് 20 നോർമൽ സൾഫ്യൂരിക് ആസിഡ് വെയർ മിക്സഡ് വിത്ത് 100 ml 1 നോർമൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. ദ റിസൾട്ടിങ് സൊല്യൂഷൻ ഈസ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന ഈ പറയുന്ന രണ്ട് കോമ്പോസിഷനിലുള്ള സൾഫ്യൂരിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന സൊല്യൂഷൻ അസിഡിക് ആണോ ബേസിക് ആണോ അതോ ന്യൂട്രൽ ആണോ എന്നുള്ള ചോദ്യമാണ് നമ്മളിവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പറയട്ടെ, ആസിഡും ബേസും റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോൾട്ട് ഉണ്ടാവും. സോ സ്വാഭാവികമായിട്ടും സോൾട്ട് ഉണ്ടായി ഈ പറയുന്ന ഈക്വൽ എമൗണ്ട്, ഈക്വലൻ്റ് ആയിട്ടുള്ള ആസിഡിൻ്റെയും ബേസിൻ്റെയും എമൗണ്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ആവുകയും പിന്നീട് അവിടെ ആസിഡ് കമ്പോണൻറ്റോ ബേസിക് കമ്പോണൻറ്റോ വിച്ച് മീൻസ് H+ അയോൺസോ OH- അയോൺസോ ഇല്ലാതെ വരികയും അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് ന്യൂട്രലായിട്ട് മാറുകയും ചെയ്യും. സപ്പോസ് നമ്മൾ എടുത്തിരിക്കുന്ന ആസിഡ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ബേസിക് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനേക്കാളും കൂടുതലാണെങ്കിൽ H+ അയോൺസ് റിമൈൻ ചെയ്യുകയും സൊല്യൂഷൻ ആസിഡിക് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ബേസിക് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ അസിഡിക് സൊല്യൂഷനേക്കാളും കൂടുതലാണെങ്കിൽ OH- കോൺസെൻട്രേഷൻ കൂടുകയും അത് സൊല്യൂഷൻ ബേസിക് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ ഈ പറയുന്ന രണ്ട് കോൺസെൻട്രേഷനിൽ തന്നിരിക്കുന്ന സോഡിയം ഹൈഡ്രോക്സൈഡും സൾഫ്യൂരിക് ആസിഡും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻ ചെയ്യുന്ന സൊല്യൂഷനിൽ H+ ഉണ്ടോ OH- ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ആ ഒരു റിലേഷൻ എഴുതി കഴിയുമ്പോൾ നമുക്കറിയാം, ഈ പറഞ്ഞ സൾഫ്യൂരിക് ആസിഡ് sodium hydroxide reaction, that is H2SO4 react with the sodium hydroxide will give you Na2SO4 plus H2O. അറിയാം, സൾഫ്യൂരിക് ആസിഡ് ഒരു ഡൈബേസിക് ആസിഡ് ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് മോണോസിഡിക് ആണ്. സോ ഇത് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ 2NaOH ആൻഡ് 2H2O, ഇതാണ് നമുക്ക് ബാലൻസ് ഇക്വേഷൻ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഒരു നമുക്ക് ആ സ്റ്റോഷിയോമെട്രി ഒന്ന് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യം ഇതാണ്. 1 മോൾ സൾഫ്യൂരിക് ആസിഡ് is equivalent to 2 mol sodium hydroxide അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഇത് മോളിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 1 മോൾ സൾഫ്യൂരിക് ആസിഡ് ഈസ് ഇക്വലന്റ് ടു 2 മോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നോർമാലിറ്റിയാണ്, ശരിയല്ലേ? നോർമാലിറ്റി തന്നു കഴിയുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസിൻ്റെ കേസിലല്ല പറയേണ്ടത്, നമുക്ക് നമ്പർ ഓഫ് ഇക്വലൻസിൻ്റെ ടേംസിലാണ് പറയേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് ഇക്വലൻസിൻ്റെ ടേംസിൽ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയണം, 1 ഇക്വലൻ്റ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് is equal to 1 equivalent of sodium hydroxide. അപ്പോൾ നോർമാലിറ്റി ആയതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഇക്വലൻസ് ആണ്. അതേസമയം മൊളാരിറ്റി ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരുമായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തത് വരുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിക്കോട്ടെ. സോഡിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ തന്നിരിക്കുന്നത്, സോ നമ്പർ ഓഫ് ഇക്വലൻസ്, ഇതിൻ്റെ ഈ റിലേഷൻ വരാൻ പോകുന്നത് നോർമാലിറ്റിയുടെ ഇക്വേഷൻ ആണ്. നോർമാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വലൻസ് ഡിവൈഡഡ് ബൈ വോളിയം മൾട്ടിപ്ലൈഡ് വിത്ത് 1000. ആ റിലേഷനാണ്. അതിനകത്ത് നമ്പർ ഓഫ് ഇക്വലൻസ് മാത്രമായിട്ട് എടുത്ത് കഴിയുമ്പോൾ നമ്പർ ഓഫ് ഇക്വലൻസ് ഈസ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ 1000 ആണ് അതിൻ്റെ റിലേഷൻ വരിക. സോ ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ നോർമാലിറ്റി തന്നിരിക്കുന്നത് 1 നോർമലാണ്, വോളിയം തന്നിരിക്കുന്നത് 100 ml ആണ്. സോ ഡിവൈഡഡ് ബൈ 1000. സോ നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 0.1 ആയിരിക്കും. സോ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ
നമ്പർ ഓഫ് ഇക്വലൻസ് 0.1 ആണ്. അതുപോലെ തന്നെ നമുക്ക് സൾഫ്യൂരിക് ആസിഡിൻ്റെയും കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്, അതിൻ്റെ നോർമാലിറ്റി തന്നിരുന്നത് 20 നോർമലാണ്, അതിൻ്റെ വോളിയം തന്നത് 10 ml ആണ്, ഡിവൈഡഡ് ബൈ 1000. സോ നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടാൻ പോകുന്നത് ക്യാൻസലായിപ്പോയി 0.2 ആണ്. ഇവിടെ നോക്കുക, നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് 0.1 ആണ്, നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് 0.2 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ 0.1 ഇക്വലൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് വേണ്ടത് 0.1 തന്നെയാണ്, ശരിയല്ലേ? പക്ഷേ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ സൾഫ്യൂരിക് ആസിഡ് 0.1 അല്ല, അതിൽ കൂടുതലുണ്ട്. എന്ന് പറഞ്ഞ കാര്യം സിമ്പിളാണ്. നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അതിൻ്റെ മീനിങ് എന്താ? സ്വാഭാവികമായിട്ടും ഇവിടെ ഈ പറയുന്ന എക്സസ് ആയിട്ട് വരുന്ന സൾഫ്യൂരിക് ആസിഡ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് കിടക്കുകയും ആ സൊല്യൂഷനിൽ എക്സസ് എമൗണ്ട് ഓഫ് H+ ഉണ്ടാവുകയും സോ അവിടെ H+ അയോൺസ് കോൺസെൻട്രേഷൻ കൂടും. ഓക്കെ ആണോ? കാരണം ഈ 0.2 ഇക്വലൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ഇല്ല. സോ എക്സസ് ഓഫ് H+ അയോൺസ് ഉണ്ടാവുകയും എക്സസ് ഓഫ് H+ അയോൺസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൊല്യൂഷൻ എന്തായിരിക്കും? സൊല്യൂഷൻ അസിഡിക് ആയിരിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സൊല്യൂഷൻ അസിഡിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. അസിഡിക് അല്ലേ വരേണ്ടത്? നോക്കാം, ഓപ്ഷൻ 1. ക്ലിയർ ആയല്ലോ? ചെയ്ത കാര്യം ഭയങ്കര സിമ്പിളാണ്. കോൺസെൻട്രേഷനെ കമ്പയർ ചെയ്യുകയാണ് ചെയ്തത്. മൊളാരിറ്റി തന്നിരിക്കുന്നെങ്കിൽ നമ്പർ ഓഫ് മോൾസിനെ വേണം കമ്പയർ ചെയ്യാൻ. നോർമാലിറ്റി ആയതുകൊണ്ട് നമ്പർ ഓഫ് ഇക്വലൻസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ദ റിയാക്ഷൻ സീക്വൻസ് ഫിനോൾ ഓൺ റിയാക്ടിംഗ് വിത്ത് C6H5COCl gives A, which on further reaction with the aluminum chloride carbon disulfide gives B+C. അപ്പോൾ ഈ റിയാക്ഷന് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? ബിയും സിയും എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ പറയുന്ന റിയാക്ഷനിൽ ആദ്യം ഒരു ആൽക്കഹോളാണ്, ഫീനോളാണ്, രണ്ടാമത്തെ ഒരു ആസിഡ് ക്ലോറൈഡാണ്. അവ തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആൽക്കഹോൾ പ്ലസ് ആസിഡ് ക്ലോറൈഡ് നമുക്കറിയാം എസ്റ്റർ ഫോർമേഷൻ ആയിരിക്കും. ദെൻ അത് കഴിഞ്ഞ് അലുമിനിയം ക്ലോറൈഡ് കാർബൺ ഡൈസൾഫൈഡ്. അലുമിനിയം ക്ലോറൈഡ് ഒരു ലുവിസ് ബേസ് ആണ്, ലുവിസ് ആസിഡ് ആണ്. സോ അതുകൊണ്ട് അത് ഇലക്ട്രോൺ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെയോ അല്ലെങ്കിൽ ഇലക്ട്രോൺ റിച്ച് എൻറ്റിനെയോ കണ്ടു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാൻ തയ്യാറാവും. അപ്പോൾ അതിനുശേഷം ഉണ്ടാകുന്ന ബിയും സിയും എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് റിയാക്ഷൻ ചെയ്ത് നോക്കാം. ഫീനോളാണ്, which on reacting with the acid chloride C double bond O C6H5. ഞാൻ ആ റിയാക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ബോണ്ട് ലൈൻ ഫോമിൽ എഴുതിയിരിക്കുന്നത്. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടൻസേഷൻ നടക്കുകയും HCl റിമൂവ് ആവുകയും ചെയ്യും. എന്നിട്ട് ആൽക്കഹോൾ പ്ലസ് ആസിഡ് ക്ലോറൈഡ്, ദ പ്രൊഡക്റ്റ് വിൽ ബി an ester. സോ C6H5 ഇതായിരിക്കും നമ്മുടെ A എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഓക്കെ ആണോ? ഇനി ഈ പറയുന്ന A എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ നമ്മൾ ഇനി റിയാക്ട് ചെയ്യാൻ പോകുന്നത് അലുമിനിയം ക്ലോറൈഡും കാർബൺ ഡൈസൾഫൈഡും മീഡിയത്തിലാണ് റിയാക്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. സോ ഇത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് അതിന് ഈ പറയുന്ന ഇലക്ട്രോൺ റിച്ച് സെൻറ്ററുമായിട്ടുള്ള താല്പര്യം ഭയങ്കരമായിട്ട് കൂടും. ഞാൻ അതിൻ്റെ കാര്യം പറയാം. അലുമിനിയം ക്ലോറൈഡിൽ അലുമിനിയം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അത് ഈ പറയുന്ന ഓക്സിജനിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുമായിട്ട് ഇലക്ട്രോണിനെ അങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യുകയും അവിടെ AlCl3 അവിടെ വന്ന് ലിങ്ക് ചെയ്യുകയും ചെയ്യും. ഞാൻ മെക്കാനിസമായിട്ട് കാണിച്ചു തരാം. സോ അതിനു മുമ്പ് നമുക്കിതിൻ്റെ പ്രൊഡക്റ്റ് എഴുതി നോക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഓക്സിജനിലേക്ക് ബോണ്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ ഈ C6H5C ഡബിൾ ബോണ്ട് അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയും അതൊരു കാറ്റോണിക് സ്പീഷീസ് ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് അത് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും അറ്റാക്ക് ചെയ്യും. സോ ഇതായിരിക്കും ഇതിൻ്റെ ബിയും സിയും. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ആ സംഭവിച്ച കാര്യം ഒന്ന് പറഞ്ഞുതരാം. അത് ഇങ്ങനെയാണ് വരേണ്ടത്. നമ്മുടെ ഈ പറയുന്ന ഇവിടെ ഓക്സിജൻ ഉണ്ട്, C ഡബിൾ ബോണ്ട് O ഉണ്ട്, C6H5 AlCl3 ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ലോൺ പെയറിനെ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് ഇവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി സംഭവിച്ചു. ഓക്സിജൻ്റെയും കാർബണിൻ്റെയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഓക്സിജനാണ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ്. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന സ്പീഷീസ് O അത് AlCl3 ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ബാലൻസ് വരുന്നത് C6H5 CO+.
ഈ സ്പീഷീസ് ആയിരിക്കും വരുന്നത്. ആൻഡ് ഈ സ്പീഷീസാണ് നമ്മുടെ ഇവിടെ ഈ അറ്റാക്കിംഗ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതൊരു എന്തായിരിക്കും, ഇതൊരു ഇലക്ട്രോഫൈൽ ആയിരിക്കും. സോ ഇലക്ട്രോഫൈലിക് അറ്റാക്ക് ഫീനോളിൻ്റെ കേസിൽ സംഭവിക്കാൻ പോകുന്നത് ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ രണ്ട് പ്രൊഡക്റ്റ് കിട്ടിയത്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബിയും സിയും തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് ഇതാണ്, ഓർത്തോ ആൻഡ് പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ 1 നോക്കാം, ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോഫിനോൺ. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോഫിനോൺ നമ്മുടെ പ്രൊഡക്റ്റും ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോഫിനോൺ ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ രണ്ടാമത് പാരാ ഹൈഡ്രോക്സി ബെൻസോഫിനോൺ, രണ്ടാമത്തെ പ്രൊഡക്റ്റ് പാരാ ഹൈഡ്രോക്സി ബെൻസോഫിനോൺ ആണ്. സോ അപ്പോൾ അതായിരിക്കാം ആൻസർ. ബട്ട് നമുക്ക് 2, 3, 4 ഒന്ന് കമ്പയർ ചെയ്യാം. ഇത് മെറ്റയാണ്, അപ്പോൾ അത് തെറ്റാണ്. ഇവിടെ മെറ്റ എന്നുണ്ട്, അതും തെറ്റാണ്. ബോത്ത് ആർ ഓർത്തോ, അത് തെറ്റാണ്. രണ്ട് ഓർത്തോ അല്ല, ഇലക്ട്രോഫിലിക്കാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഓർത്തോയിലും പാരയിലും ഒരേപോലെ അറ്റാക്ക് നടക്കും. സോ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ 1 ആണ്. ക്ലിയർ ആയോ? സോ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 1. സോ അടുത്ത ക്വസ്റ്റ്യൻ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ 50th ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് നൈട്രജൻ ഇൻ ഇറ്റ്സ് കോമ്പൗണ്ട് ഈസ്. നൈട്രജൻ്റെ കോമ്പൗണ്ടിൽ അതിന് കാണിക്കുന്ന മിനിമം ഓക്സിഡേഷൻ നമ്പർ, ഏറ്റവും കുറഞ്ഞ ഓക്സിഡേഷൻ നമ്പറാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പറയുന്ന മുമ്പ് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കുക. നമ്മൾ ഈ ഓക്സിഡേഷൻ നമ്പർ പറയുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് പറയുക. ഒന്നുകിൽ അത് നോർമലി ഇറ്റ്സ് ലൂസിങ് ഓർ ഗെയിനിങ് ഓഫ് ഇലക്ട്രോണിൻ്റെ ബേസിലാണ് നമ്മൾ അതിനെ പറയുക. അപ്പോൾ ആ ലോസിങ് ആൻഡ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് അതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ബേസിലാണ് നമ്മൾ അതിനെക്കുറിച്ച് കൺസിഡർ ചെയ്യുക. ഓക്കെ ആണല്ലോ? എല്ലാ കേസിലും അങ്ങനെയല്ല. എന്നാലും ഇവിടെ നോക്കാം. അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ഷെൽ. നൈട്രജൻ്റെ വാലൻസ് ഷെല്ലിൽ നൈട്രജൻ 5th ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. സോ സ്വാഭാവികമായിട്ടും നൈട്രജൻ്റെ കോൺഫിഗറേഷൻ എന്താ വരിക? NS2NP3 ആണ് വരിക. NS2NP3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 5 ആണ് വരിക. വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 5 ആണ്. ഓക്കെ ആണല്ലോ? സോ 4 മുകളിലാണ്. ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റമാണ്. ഇലക്ട്രോണെ ലൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസിന് ഈക്വൽ ആയിരിക്കില്ല ഈ പറയുന്ന ഇതിൻ്റെ മിനിമം ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. മിനിമം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് മാക്സിമം ഓക്സിഡേഷൻ നമ്പറാണ്. ഈ പറയുന്ന ഈ ഗ്രൂപ്പിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ നമ്പറാണ് +5 പറയുന്നത്. അപ്പോൾ അതല്ല നൈട്രജൻ്റെ കേസിൽ. ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വാലൻസ് ഷെൽ -6. അതായത് വാലൻസ് ഷെല്ലിനുള്ള ഇലക്ട്രോൺസ് -6, 5 - 6 ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. 6 എന്ന് പറയുന്ന വാല്യൂ അവിടെ പറയുന്നത് തെറ്റാണ്. കാരണം നമ്മൾ ഈ ഒക്ടറ്റ് റൂൾ പറഞ്ഞു കഴിയുമ്പം ഒക്ടറ്റ് റൂളിൽ 8 ഇലക്ട്രോൺസ് അല്ലേ വരണ്ടേ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, അപ്പോൾ ഇതും തെറ്റാണ്. ഇനി ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വാലൻസ് ഷെൽ -8. അപ്പോൾ ഒക്ടറ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺസിൽ 5 ഇലക്ട്രോൺസ് -8 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു -3. സോ -3 ആണ് അതിൻ്റെ ഏറ്റവും മിനിമം ഓക്സിഡേഷൻ നമ്പർ എന്നാണ് ഈ പറയുന്ന തേർഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ? നമുക്കറിയാം നൈട്രജൻ അത് ഏറ്റവും കൂടുതൽ കാണിക്കാൻ താല്പര്യത്തോടെ കാണിക്കുന്ന ഒരു ഓക്സിഡേഷൻ നമ്പറാണ് -3. അമോണിയ പോലുള്ള മോളിക്യൂളുകളിലും ഒക്കെ വരുന്നത് ഈ പറയുന്ന -3 ഓക്സിഡേഷൻ നമ്പറാണ്. അപ്പോൾ അതിന് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം ഓക്സിഡേഷൻ നമ്പറും -3 തന്നെയാണ്. അപ്പോൾ ഈ ഓപ്ഷൻ ശരിയാണ്. ആൻഡ് നൺ ഓഫ് ദീസ് തെറ്റാണ്. കാരണം ഇവിടെ 3 ആൻസർ ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കറക്റ്റ് ഓപ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ 3. ക്ലിയർ ആയല്ലോ? സിമ്പിൾ ലോജിക്കാണ് കേട്ടോ. സം ബേസിക് കൺസെപ്റ്റിൻ്റെ ബേസിലൊക്കെ പറയാൻ പറ്റുന്ന സിമ്പിൾ ലോജിക്ക്. 57th ക്വസ്റ്റിലേക്ക് ഒന്ന് പോകാം. ഇതൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ ഇച്ചിരി ലെങ്തി ആണെന്ന് മാത്രമേ ഇതിനകത്തൊരു ചെറിയ കാര്യം പറയുന്നുള്ളൂ. നമുക്കൊന്ന് നോക്കാം. ഇൻ എ കോൾഡ് കൺട്രീസ് വാട്ടർ ഫ്രീസസ് കോസിങ് ഡാമേജ് ടു കാർ റേഡിയേറ്റേഴ്സ്. എഥിലീൻ ഗ്ലൈക്കോൾ ഈസ് യൂസ്ഡ് ആസ് ആൻ ആൻറ്റി ഫ്രീസ്. അതായത് വാട്ടർ അവിടെ ഈ പറയുന്ന വളരെ ലോ ടെമ്പറേച്ചർ ആയതുകൊണ്ട് അത് ഫ്രീസ് ചെയ്യുകയും അത് എഞ്ചിനെ പ്രൊളോണ്ടാക്കുകയും ചെയ്യും. അവിടെ അപ്പോൾ എഥിലീൻ ഗ്ലൈക്കോൾ അതിനെ ഒരു ആൻറ്റി ഫ്രീസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കാര്യം ഭയങ്കര സിമ്പിളാണ്. എന്ത് ചെയ്യാനാ, വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻറ്റ്. The amount of ethylene glycol to be added to 4 kg of water to prevent from freezing at -6 degrees Celsius will be given Kf. അപ്പോൾ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻറ്റിൻ്റെ ഒരു ചോദ്യമാണ്. സോ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ΔTF ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു KF മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് WB ഡിവൈഡഡ് ബൈ MB നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് divided by WA weight of solvent into 1000. ഇതല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്ന് ചോദിക്കാം. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ദ എമൗണ്ട് ഓഫ് എഥിലീൻ ഗ്ലൈക്കോൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലൈക്കോൾ സൊല്യൂട്ട് അല്ലേ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് WB ആണ്. ശരിയല്ലേ? WB ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ടൈംസ് ഉണ്ടോ എന്ന് നോക്കാം. ΔTF ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻറ്റ് അവർ പറഞ്ഞിട്ടുണ്ട് -6 ഡിഗ്രി സെൽഷ്യസ്. സോ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻറ്റ് 6 ആണ്. ദെൻ KF തന്നിട്ടുണ്ടോ? KF തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.85. MB മോളിക്കുലർ മാസ് ഓഫ് എഥിലീൻ ഗ്ലൈക്കോൾ. എഥിലീൻ ഗ്ലൈക്കോൾ CH2OH ആണ്. അതിൻ്റെ മോളിക്കുലർ മാസ് വരുന്നത് 62 ആണ് വരിക. ദെൻ WA വെയിറ്റ് ഓഫ് സോൾവെൻറ്റ്.
4 കിലോഗ്രാം ഓഫ് വാട്ടർ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ WA എന്ന് പറയുന്നത് 4 കിലോഗ്രാം ആണ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4000 ഗ്രാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി എന്തെങ്കിലും ടൈം കിട്ടാനുണ്ടോ? ഇല്ല, എല്ലാ ടൈം പോയി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് WB അല്ലേ കണ്ടുപിടിക്കണ്ടേ, അതിൻ്റെ റിലേഷനിലേക്ക് ചെറുതായിട്ടൊന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് WB is equal to delta TF into MB into WA divided by KF into 1000. സോ നമുക്കത് ചെയ്ത് കഴിയുമ്പോൾ 6 into 62 into WA 4000 divided by KF 1.85 into 1000. ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ 804 ഗ്രാം ആയിരിക്കും അതിൻ്റെ ആൻസർ കിട്ടുക. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ആൻസർ കിലോഗ്രാമിലായതുകൊണ്ട് സോ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്കപ്പോൾ കിലോഗ്രാം തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. 0.804 കിലോഗ്രാം. ഓക്കെ ആണല്ലോ. സോ 0.804 കിലോഗ്രാം വന്നിരിക്കുന്നത് ഓപ്ഷൻ 2 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 2 ആണ്. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻസർ കണ്ടുപിടിക്കുന്ന കാര്യം വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ 57. എ മെറ്റാലിക് എലമെൻറ്റ് എക്സിസ്റ്റ് ആസ് എ ക്യൂബിക് ലാറ്റിസ്. Each edge of the unit cell is 2.88 angstrom and the density of metal is 7.2 gram per centimeter cube. The number of unit cell in 100 gram of metal is. നമ്മൾ ചോദിച്ചിരിക്കുന്നത് 100 ഗ്രാം ഓഫ് മെറ്റലിൽ എന്തുമാത്രം യൂണിറ്റ് സെൽ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാര്യം ഭയങ്കര സിമ്പിളല്ലേ. നമുക്ക് 100 ഗ്രാം മെറ്റൽ എന്ന് പറയുമ്പോൾ അത് എത്ര വോളിയം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് ഒരു യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. സോ സ്വാഭാവികമായിട്ടും 100 ഗ്രാമിൻ്റെ വോളിയം കിട്ടിയിട്ട് ഒരു യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 100 ഗ്രാമിൻ്റെ വോളിയത്തിനെ ഈ പറയുന്ന ഒരു യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? 100 ഗ്രാമിൻ്റെ വോളിയവും വേണം, അതുപോലെ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ വോളിയവും വേണം. അപ്പോൾ നമുക്ക് ആദ്യം യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഓഫ് യൂണിറ്റ് സെൽ നമുക്കറിയാം, ദാറ്റ് ഈസ് A ക്യൂബ്. അപ്പോൾ ഇവിടെ എഡ്ജ് ലെങ്ത് വേണം. A ഇവിടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 2.88 ആങ്സ്ട്രോം ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2.88 ഇൻറ്റു 10⁻⁻8 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വോളിയം യൂണിറ്റ് സെൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.88 ഇൻറ്റു 10⁻⁻8 ഹോൾ ക്യൂബ്. നമുക്കിത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 23.9 ഇൻറ്റു 10⁻⁻24 ആണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം കിട്ടി. ഇനി നമുക്ക് എന്നാ വേണ്ട? 100 ഗ്രാമിൻ്റെ വോളിയം വേണം. സോ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ ഇതിനകത്ത് വോളിയം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. ഇവിടെ മാസ് എത്രയാണ് തന്നിരിക്കുന്നത്? 100 ഗ്രാം ഓഫ് മെറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 100 ഡെൻസിറ്റി വരുന്നുണ്ടോ? ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിൽ തന്നെ. അപ്പോൾ കൺഫ്യൂഷൻ ഒന്നുമില്ല. സോ അപ്പോൾ അത് 7.2 നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 13.9 ആണ് അവിടെ കിട്ടുക. അപ്പോൾ വോളിയം കിട്ടുക. അപ്പോൾ ഇതിപ്പോൾ എന്താണ്? വോളിയം ഓഫ് മെറ്റൽ ലാറ്റിസ്. എൻ്റയർ മെറ്റൽ ലാറ്റിസിൻ്റെ വോളിയമാണ് നമുക്ക് 13.9 കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ് സെല്ല് കണ്ടുപിടിക്കാം. സോ number of unit cell that is equal to volume of lattice divided by volume of unit cell. So that is equal to 13.9 divided by 23.9 into 10⁻⁻24. നമുക്കിത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 5.82 into 10⁻23 ആയിരിക്കും വരിക. സോ അത് വരുന്ന ഓപ്ഷൻ 1 ആണ്. സോ ഓപ്ഷൻ 1 ആണ് നമുക്കതിൻ്റെ ആൻസറായിട്ട് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തെർമോഡൈനാമിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 61. The standard state molar enthalpies of the reaction for the formation of water as both a liquid and as gas have been measured as. ഇവിടെ ഇത് വാട്ടർ ലിക്വിഡ് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് -285.83 kJ per mol ആണ്. ഈ യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം. തെർമോഡൈനാമിക്സിൻ്റെ ക്വസ്റ്റൻ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ യൂണിറ്റ് കമ്പൽസറി ആയിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കേസിൽ H2+O2 ഗ്യാസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഉണ്ടായിരുന്ന എൻതാൽപ്പി ചേഞ്ച് -241.82 kJ per mol ആണ്. ചോദിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഫോർ ദി ചേഞ്ച് ഓഫ് H2O ലിക്വിഡ് ടു H2O ഗ്യാസ്. അപ്പോൾ H2O ലിക്വിഡ് H2O ഗ്യാസ് ആയിട്ട് മാറാൻ ആവശ്യമായിട്ടുള്ള
എൻതാൽപ്പി ചേഞ്ചാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെയാണ് വേണ്ടത്? ഇവിടെ റിയാക്റ്റൻ്റ് ഉണ്ട്, ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഹെസ്സസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന റിലേഷനിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ റിയാക്റ്റൻ സൈഡിലാണ് H2O ലിക്വിഡ് വരേണ്ടത്, പക്ഷേ ഇവിടെ പ്രൊഡക്റ്റ് സൈഡിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ റിയാക്ഷൻ നമുക്ക് തിരിച്ചെഴുതണം. സോ അപ്പോൾ ആ റിയാക്ഷൻ റിവേർട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന റിയാക്റ്റൻ സൈഡിലെ റിയാക്ഷൻ ഉണ്ടാകുന്നതായിരിക്കും. സോ അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് റിയാക്ഷൻ ഇങ്ങനെ എഴുതാം. H2O liquid gives H2 gas plus half O2 gas. അപ്പോൾ ഇവിടെ H2O ലിക്വിഡ് ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് -285.83 കിലോ ജൂൾ ആണ്. അപ്പോൾ ഇത് H2 തിരിച്ചുള്ള റിയാക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എൻതാൽപ്പി ചേഞ്ച് ΔH0 ദാറ്റ് ഈസ് ഈക്വൽ ടു 285.83 കിലോ ജൂൾ പെർ മോൾ ആവും. ഓക്കെ ആണല്ലോ. ഇനി പ്രൊഡക്റ്റ് സൈഡിലാണ് H2O ഗ്യാസ്. അപ്പോൾ അതുകൊണ്ട് ആ ഇക്വേഷന് യാതൊരു വിധത്തിലുള്ള ചേഞ്ചും വരുത്തണ്ട. സോ ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ ഇക്വേഷൻ അങ്ങനെ തന്നെ നമുക്ക് എഴുതാം. H2 ഗ്യാസ് പ്ലസ് ഹാഫ് O2 ഗ്യാസ് gives H2O ഗ്യാസ്. ഇതിനാവശ്യമായ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ΔH is equal to H സ്റ്റാൻഡേർഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു -241.82 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ ആണോ? ഇക്വേഷൻ നമ്പർ 2. ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനെയും തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഹെസ്സസ് ലോ ആണ്. ഹെസ്സസ് ലോ അനുസരിച്ച് നമുക്കറിയാം ഈ പറയുന്ന നമുക്കിങ്ങനെ ആഡ് ചെയ്ത് എഴുതാവുന്നേ ഉള്ളൂ. മെത്തേഡ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ് ഓർ മോർ ദാൻ വൺ സ്റ്റെപ്പ്. ദ എൻതാൽപ്പി ചേഞ്ച് അസോസിയേറ്റ് വിത്ത് ദ റിയാക്ഷൻ വിൽ ബി ദ സെയിം. സോ അപ്പോൾ അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഈ റിയാക്ഷൻ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. നോക്കുക, ഇവിടെയുള്ള ഹാഫ് H2O2 ഈ പാർട്ടും ക്യാൻസലായി പോകും. ഞാനത് നീട്ടി എഴുതുന്നില്ല. ഈ പാർട്ട് നോക്കിയതും ഇവിടെയുള്ള പ്രൊഡക്റ്റ് പാർട്ടും സെയിം ആണ്. അപ്പോൾ അത് ക്യാൻസലായി പോകും. സോ റിമൈൻ ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് H2O ലിക്വിഡ് ഗിവ്സ് H2O ഗ്യാസ് ആണ്. ഓക്കെ ആണോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കാൻ നമുക്ക് എന്നാ ചെയ്യേണ്ടത്? നമുക്കിത് കാര്യം ചെയ്യാം. ഇതിനെ എൻതാൽപ്പി ഫോർ ലിക്വിഡ് എന്നും ഇതിനെ ഗ്യാസ് എന്നും വിളിക്കുക. അപ്പോൾ ഇത് രണ്ട് ആഡ് ചെയ്തപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന റിലേഷനായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കണ്ടുപിടിക്കാൻ ΔH0 ഫോർ ദ പർട്ടിക്കുലർ റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു ΔH0 ഫോർ ലിക്വിഡ് പ്ലസ് ΔH0 ഫോർ ഗ്യാസ് ചെയ്താൽ മതിയല്ലോ. സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 285.83 പ്ലസ് -241.82 കിലോ ജൂൾ പെർ മോൾ. നോക്കുക, നമ്മളിങ്ങനെ ചെയ്യുമ്പം ഈ തന്നിരിക്കുന്ന യൂണിറ്റ് രണ്ടും സെയിം അല്ലെങ്കിൽ ഒരേ യൂണിറ്റിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഡയറക്റ്റായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 44.01 കിലോ ജൂൾ പെർ മോൾ ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. സോ അത് നമ്മുടെ ഓപ്ഷൻ 3 ആണ് നമുക്കതിൻ്റെ ആൻസറായിട്ട് കിട്ടുക. ഓക്കെ ആണല്ലോ. ചുമ്മാ ഡയറക്റ്റ് എക്സസൈസ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. വേറെ അത് യാതൊരു വിധത്തിലുള്ള കൺഫ്യൂഷൻസും അതിനകത്തില്ല. സോ ആൻസർ ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റിനിലേക്ക് ഒന്ന് പോകാം. ഇലക്ട്രോ കെമിസ്ട്രി ആണ്. നോക്കാം. എ കറണ്ട് ഓഫ് 2 ആംപിയർ പാസിംഗ് ഫോർ 5 hours ത്രൂ എ മോൾട്ടൺ tin salt deposit 22.2 gram tin. The oxidation state of tin tin salt is atomic mass of tin is equal to 119 വരും. സോ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ അറ്റോമിക് മാസ് തന്നിട്ടുമുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, നമുക്ക് റിലേഷൻ അറിയാം. ഓക്സിഡേഷൻ നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു അറ്റോമിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ ഇക്വലൻറ്റ് വെയിറ്റ്. നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കിട്ടും. അപ്പോൾ അതിന് നമുക്ക് ആറ്റോമിക് വെയിറ്റ് തന്നിട്ടുണ്ട് അവർ, പക്ഷേ ഇക്വലൻറ്റ് വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഇക്വലൻറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇക്വലൻറ്റ് വെയിറ്റിന് നമുക്ക് ഈ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് അനുസരിച്ച് നമുക്കൊരു കാര്യം അറിയാം. ഏതൊരു സബ്സ്റ്റൻസ് നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തിയാലും അതിലേറെ 96500 1 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി കുളം ചാർജ് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ് ആയിരിക്കും. ഇത് നമ്മുടെ ഫാരഡേസ് ലോ പറയുന്ന ഒരു ലോ ആണെന്ന് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ കേസിൽ ഈ പറയുന്ന ഇത്രയും കുളമ്പ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇക്വലൻറ്റ് വെയിറ്റ് സബ്സ്റ്റൻസ് ആണ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇനി ഈ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ പറഞ്ഞിരിക്കുന്നത് 2 ആംപിയർ കറണ്ട് 5 hours അതിലൂടെ പാസ് ചെയ്തു. അപ്പോൾ എത്ര ചാർജ് കുളമ്പ് ചാർജ് പാസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. ആ സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് 22.2 gram ആണ്. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ എത്ര കുളം ചാർജ് പാസ് ചെയ്ത് നോക്കാം. സോ Q is equal to I into T നമുക്കറിയാം. സോ I ഇവിടെ അവർ തന്നിട്ടുണ്ട് 2 ആംപിയർ ആണ്. സോ 2 ഇനി ടൈം സെക്കൻഡ്സിൽ വേണം കണ്ടുപിടിക്കാൻ, പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് 5 hour ആണ്. സോ അവറിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 60 into 60 വരും. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 36,000 ആണ് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുക. സോ ഇത്രയും കുളമ്പ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 22.2 gram ആണ്. അപ്പോൾ നമുക്ക് അതിനെ ഒരു റിലേഷൻ ഉണ്ടാക്കാം.
സോ ദിസ് ഇസ് റിലേഷൻ നമ്പർ 1. സോ രണ്ടാമത്തെ റിലേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 36,000 കുളമ്പ് പാസ് ചെയ്യുമ്പോൾ 22.2 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് രണ്ടാമത്തെ ഒരു റിലേഷനും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി ഒന്നാമത്തെ റിലേഷൻ രണ്ടാമത്തെ റിലേഷൻ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 96,500 is equal to equivalent weight divided by 36,000 divided by 22.2. ഇത് നമുക്ക് equivalent weight കണ്ടുപിടിക്കാം. equivalent weight that is equal to 96,500 into 22.2 divided by 36,000. നമുക്കത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ 59.5 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്നാ കിട്ടിയത്, ഇക്വലന്റ് വെയിറ്റ് അല്ലേ കിട്ടിയത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഓക്സിഡേഷൻ നമ്പറാണ്. ആൻഡ് ഓക്സിഡേഷൻ നമ്പർ ഇസ് ഇക്വൽ ടു ആറ്റോമിക് വെയിറ്റ് ഡിവൈഡ് ബൈ ഇക്വലന്റ് വെയിറ്റ്. ആറ്റോമിക് വെയിറ്റ് എത്ര തന്നിരിക്കുന്നത്, 119 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി വേറെ അവിടെ യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാനില്ല. സോ ഓക്സിഡേഷൻ നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു അറ്റോമിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് വെയിറ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 119 ഡിവൈഡഡ് ബൈ 59.5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു +2. 10ൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ +2 എഴുതിയിരിക്കുന്നത്. സോ +2 ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ നോക്കാം, ഓപ്ഷൻ 3. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആയിരിക്കും. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതൊരു തെർമോഡൈനാമിക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഫാക്ടർ നമ്മൾ തന്നിരിക്കുന്നതിൻ്റെ തിയറട്ടിക്കൽ കൺസെപ്റ്റ് അനുസരിച്ച് ഏത് ഉപയോഗിക്കണം എന്നുള്ളതാണ്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. At 227 degrees Celsius, the enthalpy of the reaction N2 + 3H2 gives 2NH3 is found to be minus 22.40 kilocalorie. The enthalpy at a constant volume will be, enthalpy at a constant volume ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. And the value of R will be given 1.98 into 10⁻³ kilocalorie per Kelvin per mole. ഓക്കെ ആണല്ലോ. സോ സ്വാഭാവികമായിട്ടും എൻതാൽപ്പി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, എൻതാൽപ്പി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിന് നമ്മളൊരു പേര് പറയും, ദാറ്റ് ഈസ് വാട്ട് നോൺ ആസ് ഡെൽറ്റ യു. നമുക്കതിനെ ഡെൽറ്റ യു എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് അവർ തന്നിട്ടുണ്ട്. അത് എത്രയാണ് തന്നിരിക്കുന്നത്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു -22.40 കിലോ കാലറി. ഓക്കെ ആണല്ലോ. അപ്പോൾ കാലറിയിലാണ് തന്നിരിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള വാല്യൂ കൊടുക്കാം. അപ്പോൾ ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ നമുക്ക് എഴുതാം. നമുക്കറിയാം അത് എൻതാൽപ്പിയുടെ നോർമൽ റിലേഷൻ ആണ്. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ഡെൽറ്റ എൻ ആർ എഴുതാൻ കാരണം ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം ഡെൽറ്റ എൻ. സോ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഇവിടെ പ്രൊഡക്റ്റ് സൈഡിൽ 2 ആണ്, മൈനസ് റിയാക്റ്റൻ സൈഡിൽ 3+1. സോ 3+1 ദാറ്റ് ഈസ് ഈക്വൽ ടു -2 വരും ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ. ആറിൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട് 1.98 × 10⁻³ ആൻഡ് ടി ഇവിടെ തന്നിരിക്കുന്നത് 227 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 227 + 273 ഈക്വൽ ടു 500 കെൽവിനാണ് വരിക. ഇനി എന്നാ ചെയ്താൽ മതി, നമുക്ക് ഡെൽറ്റ യു അല്ലേ കണ്ടുപിടിക്കണ്ടേ, അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഡെൽറ്റ യു എന്ന് പറഞ്ഞ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കൺവീനിയൻ്റ് ആയിരിക്കില്ല, പിന്നെ മാറ്റാൻ നിൽക്കണ്ടല്ലോ. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ആർ ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ -22.40 മൈനസ് ഓഫ് -2 ഇൻറ്റു 1.98 ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻³ ഇൻറ്റു 500. സോ ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ആൻഡ് ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ വരിക -20.42 കിലോ കാലറി ആയിരിക്കും. ഓക്കെ ആണോ? സോ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ക്ലിയർ? സ്ട്രൈറ്റ് അവേ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ അപ്പോൾ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുമ്പോൾ എൻതാൽപ്പി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഡെൽറ്റ യു ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമേ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഫാക്ടറായിട്ട് വരുന്നുള്ളൂ. വേറെ യാതൊരു ഇഷ്യൂസും അവിടെ ഇല്ല. സോ അതിൻ്റെ ആൻസർ -20.42 ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊരു ഇത് തന്നിട്ടുണ്ട്. CH2CH2O when react with alkyl magnesium halide gives an intermediate product A which on hydrolysis yield final product B. The product B is. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്നാ സംഭവം നമുക്കറിയണ്ടേ? നോക്കാം. CH2O ഇതാണ് നമ്മൾ തന്നിരിക്കുന്ന പ്രോഡക്റ്റ് വിച്ച് ഓൺ റിയാക്ടിങ് വിത്ത് ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്. ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡിന് ഇവിടെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ആൽഡിഹൈഡിൻ്റെ ഒക്കെ ചാപ്റ്റർ പഠിക്കുന്നതാണ്. ഒരു ബ്രേക്കിംഗ് സംഭവിക്കും, അത് ഈ പറയുന്ന ബോണ്ടിനെയും ബ്രേക്ക് ചെയ്യിപ്പിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇത് CH2R
CH2OMgX എന്ന് പറയുന്ന ഫോമിലേക്ക് എത്തും. ഇനി ഇതിനെ ഫർദർ ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പോൾ ഈ പറയുന്ന MgX അവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോയി അവിടെ H+ അയോൺസ് റീപ്ലേസ് ചെയ്യും. സോ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് CH2R CH2OH പ്ലസ് MgX പിന്നെ OH. സോ ഇതായിരിക്കും നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് RCH2CH2OH. അത് നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണെന്ന് നോക്കുക. RCH2CH2OH. ഇത് തെറ്റാണ്. R2 ആണ് തന്നിരിക്കുന്നത്. അത് RCHO, അതും തെറ്റാണ്. RCH2CH2OH. സോ ദിസ് ഈസ് ദ ആൻസർ. ഓപ്ഷൻ 3 വിൽ ബി ദ ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 74. 2 5 gram bars of 2 different metals A and B. Atomic weight of X1 and X2 respectively, where X1 greater than X2. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ atomic weight of A will be greater than that of atomic weight of B. Are heated to 50 degrees Celsius and then immersed in an identical insulated container, each having 100 gram of water. Which of the following is correct? താഴ്ച നിങ്ങൾ ഏതാ കറക്റ്റ് എന്ന് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ വായിച്ചിട്ട് നമുക്ക് നോക്കാം, കാരണം ആ രീതിയിലല്ലേ നമുക്ക് പിന്നെ ആലോചിക്കണ്ടേ. A will cause greater rise in temperature of water. രണ്ടാമത്തെ ഓപ്ഷൻ B will cause greater rise in temperature of water. 3 both will cause equal rise in temperature of water and none of these. അപ്പോൾ ഒരു കാര്യം വേണം, നമുക്കിവിടെ ആരാണ് കൂടുതൽ ടെമ്പറേച്ചർ ഇമ്പാർട്ട് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്ത ആളായിരിക്കണം കൂടുതൽ ടെമ്പറേച്ചർ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ കൂടുതൽ ഹീറ്റ് ഇമ്പാർട്ട് ചെയ്ത് ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് സ്പെസിഫിക് ഹീറ്റിൻ്റെയും ഹീറ്റ് കപ്പാസിറ്റിൻ്റെയും ടൈമിലേക്ക് നമുക്ക് സംസാരിക്കാം. നമ്മുടെ ഡുലോങ് ആൻഡ് പെറ്റിറ്റ് റൂൾ അനുസരിച്ച് നമുക്കറിയാം അറ്റോമിക് വെയ്റ്റ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇസ് ഈക്വൽ ടു 6.4 ആണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ അറ്റോമിക് വെയ്റ്റ് ഓഫ് എ ഇസ് ഗ്രേറ്റർ ദാൻ അറ്റോമിക് വെയ്റ്റ് ഓഫ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, അറ്റോമിക് വെയ്റ്റ് ഓഫ് എ ഗ്രേറ്റർ ദാൻ അറ്റോമിക് വെയ്റ്റ് ഓഫ് ബി. ഇങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എയുടെ അറ്റോമിക് വെയ്റ്റ് കൂടുതലാണ്, ബിയുടെ അറ്റോമിക് വെയ്റ്റ് കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടിൻ്റെയും അറ്റോമിക് വെയ്റ്റിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു 6.4 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എയ്ക്ക് അറ്റോമിക് വെയ്റ്റ് കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവായിരിക്കും. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ വിൽ ബി ലോവർ ദാൻ ദാറ്റ് ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ബി എന്ന് നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റാണ്. ശരിയല്ലേ? അപ്പോൾ ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഈക്വൽ 2 gram ഈക്വൽ മാസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ടൈം രണ്ടിനും സെയിം ആണ്. സോ ഹീറ്റ് കപ്പാസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പെസിഫിക് ഹീറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കൂടുതൽ ആർക്കാം? അത് ബിക്കായിരിക്കും. അപ്പോൾ കൂടുതൽ ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത് ആർക്കാം? അത് ബിക്കായിരിക്കും. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ. അപ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യുന്നത് ആരായിരിക്കും? ബി ആയിരിക്കും. അപ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ റൈസ് കൊടുക്കുന്നത് ആര് തന്നെയായിരിക്കും? ബി തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആൻസർ ബി വിൽ കോസ് ഗ്രേറ്റർ റൈസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ. കാരണം ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ബി ആണ് എയിനേക്കാളും കൂടുതൽ. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ക്ലിയർ ആയല്ലോ? ചുമ്മാ തിയറട്ടിക്കൽ കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ, ഡയറക്റ്റായിട്ട് എഴുതാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ക്വസ്റ്റനാണ് നമ്മളിവിടെ ഒന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അപ്പോൾ ഇനി ആ ക്വസ്റ്റിനകത്ത് എല്ലാവർക്കും എല്ലാ ക്വസ്റ്റിനും ഒരുപോലെ ആയിരിക്കും. ചില ആളുകൾക്ക് ഞാനും പറഞ്ഞ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് കിട്ടിയ ആളുകളുണ്ടാവുമായിരിക്കും. അപ്പോൾ എനിവേ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ പറയാത്ത ക്വസ്റ്റൻ ആയിരിക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുക. നിങ്ങളൊരു കാര്യം ചെയ്യുക, കൺഫ്യൂഷൻ എന്താണെങ്കിലും നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഫർദർ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഏത് സമയത്ത് വേണമെങ്കിലും വാട്സപ്പ് ചെയ്തോളൂ. ഞാൻ സമയം പോലെ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.